മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തെ വചനത്തിന് ചുറ്റാകെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. परमेश्वर के नाम की महिमा हो। प्रभु की उपस्थिति में फिर एक बार उसके उपस्थिति में उसके वचन में बैठने के लिए प्रभु ने हम तमाम लोगों के जीवन में सहायता किया, उसके लिए फिर एक बार परमेश्वर के नाम की महिमा करता हूँ। നമ്മുടെ കൂട്ടായ്മയോട് ബന്ധപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാന്യ കർത്തദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കും. और जूम में हमारे साथ जुड़े हुए तमाम लोगों को और हर प्रभु के दासों को, हर व्यक्तियों को प्रभु यीशु के नाम में मेरा सलाम और स्वागत। കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പരിശോധിച്ച് ചിന്തിക്കാനിടയായി തീർന്നല്ലോ. पिछले रात कुछ बातों को परमेश्वर के वचन से मनन करने के लिए प्रभु ने सहायता किया। ഇന്നലെ രാത്രി നമ്മൾ ധ്യാനിച്ച പ്രധാന ചിന്ത അതെ, ഇന്ന് ആത്മീയലോകത്ത് ദൈവമക്കളെ പരിശോധിക്കുമ്പോൾ അനേകരുടെയും ജീവിതത്തിൽ ലഭിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്ക് ഒത്തവണ്ണം അതെ അവർ ആത്മീയമായിട്ട് ഉയരുന്നതായി കാണുന്നില്ല. എല്ലാവരും അല്ല, ഒരു നല്ല പങ്ക് ആളുകളും ലഭിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്ക് ഒത്തവണ്ണം ആത്മീയമായിട്ട് ഉയരുന്നതായി കാണുന്നില്ല. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കുകയായിരുന്നു. कल हमने जिस बात को मनन किया, जिसकी चिंता हमने की, वो थे आत्मिक जो समूह में बहुतायत से लोग, सब लोग नहीं लेकिन अधिकांश लोग जो है आत्मिक सेवकाई वरदानों को जिसा प्राप्त किया है उसके अनुसार आत्मिक उन्नति को नहीं पाते, और क्यों ये नहीं होता और उसका कारण क्या है, इस विषयों को हमने कल चिंता किया। അതിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെയും ശക്തിയുടെയും കുറവാണ് അതിന്റെ പ്രധാന കാരണമെന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. और इसका खास बात हमने ये सोचा कि पवित्र आत्मा की जो भरपूरी का अभाव है, उसका सामर्थ्य का जो अभाव है, ये एक कारण है, ऐसा हमने सोचा। പൊതുവെ പറയുമ്പോൾ ദൈവസഭയുടെ ആദ്യ കാലങ്ങളിൽ ദൈവമക്കളെ പരിശുദ്ധാത്മാവിനാൽ അധികം നിറയുവാനായിട്ട് കർത്താവിന്റെ അഭിഷിക്തദാസന്മാർ വളരെ പ്രേരിപ്പിക്കുകയും അതിനായിട്ട് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. सार्वजनिक तौर पर अगर कहा जाए तो आरंभ के समय में कलीसिया के लोगों को पवित्र आत्मा में भरने के लिए हमेशा प्रभु के दास लोग उकसाते थे और उसके लिए प्रोत्साहित करते रहते थे। ആ കാലങ്ങളിൽ നമ്മുടെ മലയാളക്കരയിൽ കേരളത്തിലും മറ്റും അത് കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്ന ചില മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. और उस समय में हमारे केरल में और अन्य जहां पर मलयाली होते थे उन जगहों में बाढ़ जो होने का मीटिंग या फिर रात को देर तक इंतजार करने का मीटिंग, ऐसे नाम का संगतियां हुआ करती थी। ഇപ്പോഴത്തെ ഇളം തലമുറകൾക്ക് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചുള്ള കേൾവി പോലും അവർ കേട്ട് കാണുന്നുണ്ടോ എന്ന സംശയമുണ്ട്. और आज की जो पीढ़ी है, आज के जो बच्चे हैं, उन्होंने ऐसी संगति के बारे में सुना भी है, इसमें भी एक संदेह है। കാത്തിരിപ്പ് യോഗം എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മുടെ തലമുറകൾ അത് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. बाढ़ जो होने का मीटिंग या ताकने का मीटिंग का मतलब अगर पूछे तो वो क्या है, ऐसा हमारी पीढ़ी आज सवाल करता है, क्योंकि वो नहीं जानते। അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഭൗതികമായി നാം പല പല കാര്യങ്ങളിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ആത്മീയ വിഷയങ്ങളിൽ വളരെ താണ നിലവാരത്തിലാണ് നല്ല ഒരു പങ്കാളുകളും ഇന്നത്തെ സാഹചര്യം. और इसका फलस्वरूप क्या हुआ है, भौतिक जीवन में या फिर सांसारिक बातों में सब लोगों ने उन्नति तो जरूर पाया है, लेकिन आत्मिक जो अभिवृद्धि है, आत्मिक उन्नति अधिकांश लोगों का उस हद तक उन्नति नहीं पाया है। നിശ്ചയമായിട്ടും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് എല്ലാം ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ്. എന്നാൽ പ്രയോറിറ്റി അതിൽ ഉള്ളതല്ല എന്ന് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത് നല്ല കാര്യമാണ്. निश्चित तौर पर जब हम इस संसार में जीते हैं तो संसार की बातें और अन्य यहाँ की भौतिक बातों को करना भी है, ये अनिवार्य जरूर है, लेकिन ये हमारी प्राथमिकता नहीं है। ऐसे हर रोज कम से कम एक बार हमें अपने आप से कहना है। റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നാണ്. रोमर की पत्री 5 उसके 3 में लिखा गया है कि जो संयम जो है वो आशा को उत्पन्न करता है। സിദ്ധത എന്ന വാക്കിന്റെ ഒരു ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ കാണുന്ന അർത്ഥം ക്യാരക്ടർ എന്നാണ്. और उसके बारे में अंग्रेजी में जो अनुवाद है, जो हिंदी में धीरज लिखा है, लेकिन उसको स्वभाव या चरित्र कहते हैं इंग्लिश में। യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന അനുഭവം മാത്രമേ കർത്താവിന്റെ വരവിനായി നമ്മളെ സജ്ജമാക്കുന്നു.
यीशु मसीह का जो ईश्वरीय स्वभाव है, वो चरित्र है, उसके साथ अनुरूप होते वही हमें यीशु मसीह के आगमन के लिए तैयारी कर सकता है। നമ്മുടെ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചതായ താലന്തുകൾ നാം വ്യാപാരം ചെയ്ത് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നമ്മൾ തികയ്ക്കണം. അവിടുത്തെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടണം. ഈ രണ്ട് ഘടകങ്ങളാണ് നമ്മളെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുന്നത്. हमें दिया हुआ वरदानों के अनुसार हमको सेवकाई को करना है और हमेशा परमेश्वर जो हमसे अपेक्षा करता है, उस अपेक्षा के अनुसार उस सेवा को करना है। केवल ये दो बातें, ये दो मुद्दे वो है जो प्रभु के आगमन के लिए हमें तैयार करता है। ദൈവം അനുവദിച്ചാൽ പിന്നാലെ അതിനെക്കുറിച്ച് അല്പമായി നമ്മൾ വിശദീകരിച്ച് ചിന്തിക്കുന്നുണ്ട്. परमेश्वर का चाहत हो तो हम लोग आने वाले समय में इसको और विस्तार से देखेंगे। അപ്പോൾ പറഞ്ഞു വന്നത്, അതെ, നാം പ്രാപിച്ചിരിക്കുന്ന ആത്മീയ സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിത്യത ക്രമീകരിക്കുന്നത്, അത് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. तो कहने का तात्पर्य हमने जो आत्मिक अनुभवों को पाया है, उसके अनुसार, उसकी उन्नति के अनुसार हमारी अनंतता का निश्चय होगा। നാം പ്രാർത്ഥിച്ച് പ്രാപിച്ച ഭൗതികമായ നന്മകൾ ഒന്നും അതിന് നിമിത്തമാകുന്നില്ല. और हमने प्रार्थना करके पाया हुआ, हासिल किया हुआ कोई भी भौतिक आशीष उसके लिए कोई कारण नहीं बनता, उसमें बिल्कुल भी कोई फायदा नहीं होता। അത് ഈ ലോകത്തിലേക്കുള്ള ദൈവത്തിന്റെ കേവലമായ കരുതലുകൾ മാത്രമാണ്. वो हमारा परमेश्वर का इस संसार में हमारे प्रति केवल देखभाल करना है। അതുകൊണ്ട് ആത്മീയ ജീവിതത്തിന് നമ്മൾ വളരെ മുൻഗണന കൊടുക്കണമെന്ന് ദൈവസ്നേഹത്തിൽ വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഓർക്കുക. इसलिए आत्मिक जीवन को हमें आत्मिक बातों के लिए हमें उसके लिए प्रायोरिटी देना है, प्राथमिकता देना है। ऐसा मैं प्रभु के प्रेम में सब लोगों को समर्थन कराता हूँ। അതുകൊണ്ട് ഒരു സാധാരണമായ ഒരു ആത്മീയ നിറവ് കൊണ്ട് അത് സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ അധികമായി നമ്മൾ നിറഞ്ഞുകൊണ്ടേ ഇരുന്നേ മതിയാകുന്നു. साधारण आत्मिकता से ये संभव नहीं होगा, इसलिए परमेश्वर की आत्मा और उसके बल से हमें बार बार भरते रहना है। അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നലെ ലൂക്കോസിന്റെ സുവിശേഷം 11 നമ്മളിങ്ങനെ കാണുവാനിടയായി തീർന്നു. ആ സ്നേഹിതൻ ലജ്ജ കൂടാതെ അതെ തന്റെ സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് മുട്ടിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ അധികമായിട്ടുള്ള നിറവിന് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ അതെ ലജ്ജ കൂടാതെ മുട്ടിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന്. और इसलिए हमने कल लूका रचित समाचार 11वें अध्याय से देखा, जिस तरह से वो मित्र अपने मित्र के घर में बिना लज्जित होते हुए बार बार खटखटाता, इसी तरह हमें पवित्र आत्मा के लिए परमेश्वर को खटखटाते रहना चाहिए। കൂടാതെ ലൂക്കോസ് 18 അധ്യായം നമ്മൾ കണ്ടു, ആ സാധുവായ വിധവയായ സ്ത്രീ മടുത്തു പോകാതെ അതെ അദ്ദേഹത്തിന്റെ അവരുടെ ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് മുട്ടിച്ചതുപോലെ ദൈവസ്ഥിതി നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് കാണുകയുണ്ടായി. और उसी तरह से लूका रचित समाचार 18वें अध्याय में उस विधवा के बारे में हमने देखा जो उस न्यायी को बार बार जाकर परेशान करती है। वैसे ही हमें हमारे यीशु मसीह के पास बार बार जाकर प्रार्थना करते रहना है। ഈ തിരുവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവസ്നേഹത്തിൽ വീണ്ടും ഓർപ്പിക്കട്ടെ. ये वचन को सुनने वाले मेरे तमाम प्रिय लोगों को परमेश्वर के प्रेम में एक बार फिर मैं याद दिलाना चाहूंगा। ഈ ദിവസങ്ങളിൽ നമുക്ക് കൂട്ടായ്മകൾക്കുള്ള സമയങ്ങൾ അതേ അവസരങ്ങൾ വളരെ കുറവാണ്. ഇതുപോലുള്ള സൂം മീറ്റിങ്ങുകൾ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നാം വളരെ അധികം ഭയത്തോടുകൂടെ ഈ കാര്യം ഹൃദയത്തിൽ കരുതണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുക. इन दिनों में संगति और एक साथ मिलना जो है बहुत ही अभाव है, बहुत ही कम है, और ऐसा जूम मीटिंग ही हमारे पास उपलब्ध है। इसीलिए ऐसी जूम मीटिंगों में बड़े डर भय के साथ और इसकी उपलब्धि को हमें देखना। എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് എന്നെ ഉപദേശിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, मेरे व्यक्तिगत जीवन में परमेश्वर जो उपदेश देता है उस अनुभव से अगर मैं कहूँ, ആമീൻ, ഈ നാളുകളിൽ നാം എല്ലാ ദിവസങ്ങളും അല്പസമയം കൂടുതൽ എടുത്ത് പരിശുദ്ധാത്മാവിന്റെ അധികമായ നിറവിന് വേണ്ടി മറ്റ് വിഷയങ്ങൾ കൂടി ചേർത്ത് പ്രാർത്ഥിക്കാതെ അത് തന്നെ കേന്ദ്രീകരിച്ച് അതെ കുറെ സമയം നമ്മൾ എടുത്ത് കൂടുതൽ സമയം അതിനുവേണ്ടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. इन दिनों में कुछ अधिक समय हर रोज हमें पवित्र आत्मा की भरपूरी के लिए प्रार्थना करना है। उसके साथ कोई और विषय ना लाते हुए, किसी और विषय को शामिल ना करते हुए, केवल पवित्र आत्मा की भरपूरी के लिए हर रोज थोड़ा ज्यादा समय लेकर इन दिनों में हमें प्रार्थना करना है। ഇപ്പോൾ നമുക്ക് ദീർഘദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനകൾ കഴിഞ്ഞാലും കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മള് അതെ ഉപവസിച്ച് തന്നെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ചെന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കണം. अभी तो हमारा उपवास की प्रार्थना चल रहा है, लेकिन कहने का तात्पर्य उपवास प्रार्थना के उपरांत इसके बाद भी हर रोज हो सके तो हम लोग इस विषय के लिए प्रार्थना करना, और बन पड़े तो हफ्ते में एक बार उपवास लेकर पवित्र आत्मा की भरपाई और बलवंत और सामर्थ्य को पाने के लिए हमें प्रार्थना करना चाहिए.
അവൻ ജയകരമായ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും നിറവിനാലും അല്ലാതെ സാധ്യമല്ല. एक जयवंत मसीह जीवन पवित्र आत्मा की सहायता और बल के बिना मुमकिन नहीं है। ദൈവസഭയുടെ ആത്മീയ കെട്ടുപണിയുടെ നിഴലായിട്ട് നമുക്ക് പഴയ നിയമ യെരുശലേം ദൈവാലയത്തെ നമുക്ക് കാണാനായിട്ട് കഴിയണം. और नया नियम यरूशलेम की जो निर्माण है उसको पुराना नियम का यरूशलेम के निर्माण के साथ हमें मिलाकर देखना चाहिए। സഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അത് മനസ്സിരുത്തി വായിക്കുന്നത് നല്ലൊരു കാര്യമാണ്. सकरिया नबी का किताब उसका 4वां आयत को आप लोग पढ़ेंगे तो अच्छा होगा। അവിടെ യെരുശലേം ദൈവാലയത്തിന്റെ ആ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം അത് രണ്ടാമത് യെരുശലേം ദൈവാലയം പണിയാനായിട്ട് ആരംഭിക്കുമ്പോൾ വിവിധങ്ങളായ പ്രതിസന്ധികൾ കടന്നു വന്ന സമയത്ത് സഖരിയ പ്രവാചകനിലൂടെ ആ ആലയത്തിന്റെ പണിക്ക് നേതൃത്വം കൊടുത്ത യെസ്രായോടും അതുപോലെ തന്നെ എന്താ പറയേണ്ടത് യോശുവ മഹാപുരോഹിതനോടും അതെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ എന്ന് പറയുകയുണ്ടായി. वहां पर हम जानते हैं वहां पर जो इस्राएल के लोग थे वो बंधुआई से बाहर निकलते हैं। उस समय में उस मंदिर का निर्माण के लिए जो लोग अगवा कर रहे थे उन लोगों को, उन भविष्यवक्ताओं को और याजकों को परमेश्वर ने वहां कहा कि ना तो बल से और ना तो शक्ति से परंतु मेरे आत्मा के द्वारा होगा, ऐसा सेनाओं का यहोवा कहता है। പഴയ നിയമത്തിലെ ദൈവാലയത്തിന്റെ ആത്മീയ തടസ്സങ്ങളെ നീക്കുവാൻ സൈന്യങ്ങളും ശക്തികൊണ്ടും കഴിയത്തില്ല, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമേ കഴിയുള്ളെങ്കിൽ അങ്ങനെ തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ പണിയപ്പെടുന്ന പുതിയ നിയമസഭയുടെ പണി എത്ര അധികമായി ദൈവാത്മാവിന്റെ സഹായത്താലാണ് കഴിയുന്നത് നടക്കുന്നത്. तो ऐसा अगर पुराना नियम में परमेश्वर की मंदिर का जो ठोकर था, जो मुश्किलात था, वो ना तो सेना से ना तो शक्ति से हटाया पाया, पर केवल आत्मा से अगर हो पाया तो नया नियम का यरूशलेम का निर्माण है उसमें भी केवल आत्मा ही उसकी सहायता कर सकता है। आत्मा के बल के बिना वो मुमकिन नहीं है। അതിൽ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. जकरिया उसका 4 का 7 जो है बहुत ही प्रसिद्ध ऐसा वचन है। അതെ, അവിടെ ദൈവത്തിന്റെ ആത്മാവ് കർത്തദാസൻ കൂടെ ഇങ്ങനെ പറയുന്നു, ആമേൻ, അതെ അതെ കൃപ എന്ന ആർപ്പോടുകൂടെ ഇത് ഈ ആലയത്തിന്റെ ആണിക്കല്ല് കയറ്റുമെന്നോട് പറയുകയുണ്ടായി. और वहां पर हम देखते हैं अनुग्रह अनुग्रह पुकार कर ऐसे उसके लिए पत्थर चढ़ाएंगे, ऐसा वहां लिखा गया है। അതെ, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്, നീ സമഭൂമിയായി പോകും എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ് കൃപ എന്ന ആർപ്പോടുകൂടെ നീ ഇതിനെ ആണിക്കല്ല് കയറ്റും എന്ന് പറയുകയാണ്. हे बड़े पहाड़ तू क्या है, जरुब्बाबेल के सामने तो मैदान हो जाएगा और वह चोटी का पत्थर यह पुकारते हुए आएगा, उस पर अनुग्रह हो अनुग्रह हो। ആമേൻ. ഞാൻ എന്റെ ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ട്, നിന്റെ കൈ കൊണ്ട് അല്ലയോ സെരുബ്ബാബേലെ ഇതിന് മൂലക്കല്ലിട്ടെന്ന് വരികിൽ നിന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഏറ്റവും ഒടുവിലത്തെ കല്ലായിരിക്കുന്ന ആണിക്കല്ല് ഞാൻ കയറ്റിക്കും. പക്ഷേ അത് നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, കൃപ എന്ന് ആർത്തുകൊണ്ടാണ് നീ ഈ കല്ല് കയറ്റുന്നത്. मैं अपने भाषा में इस तरह से कहूंगा, हे जरुब्बाबेल अगर तेरे हाथों से इसका पहला सिरा गिरा है और उसका निर्माण हुआ है, इसका आखिरी चोटी का पत्थर भी तेरे ही हाथों से होगा, लेकिन ये तेरे बल के कारण या तेरे वरदान के कारण, तेरी क्षमता के कारण नहीं होगा, ये परमेश्वर की अनुग्रह और केवल अनुग्रह के कारण होगा। ആമേൻ. ദൈവമക്കൾ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. मसीह लोग इन बातों को समझ रहे हैं, ऐसा मैं विश्वास करता हूँ। പരിശുദ്ധാത്മാവ് ഇതിനെക്കുറിച്ചുള്ള പ്രകാശനം നമ്മുടെ ഹൃദയത്തിനകത്ത് ശക്തമായി നൽകുവാൻ തക്കവണ്ണം ഈ കേൾക്കുന്ന കാര്യങ്ങളെ ദൈവാത്മാവ് പ്രകാശിപ്പിച്ച് തരുവാൻ തക്കവണ്ണം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം എന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മിക്കുന്നു. पवित्र आत्मा इन बातों को एक प्रकाशन के तौर पर हमारे जीवनों के अंदर हमारे मन में उजागर करके दे, इसको प्रकट करके दे, भेदों को हमें समझा कर दे। इसलिए बड़े प्रार्थना के साथ मसीह लोग इस प्रचार को सुनना। ആ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഒരു മിനിറ്റ് ഞാൻ അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. और बताया हुआ जो बात है उस पर एक क्षण वहां रुककर उसके बारे में थोड़ा विस्तार से कहना चाहूंगा। അതെ, ഒരു ആലയത്തിന്റെ പണി ആരംഭിക്കുമ്പോൾ ആദ്യം വെക്കുന്ന കല്ലാണ് മൂലക്കല്ല്. പിന്നീട് അടിക്കല്ലുകൾ പലതും വെക്കും. അത് കഴിഞ്ഞ് ഭിത്തിയുടെ കെട്ട് മുകളിലോട്ട് വരും. ആ ഭിത്തിയുടെ കെട്ട് ചെന്ന് അവസാനിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ വെക്കുന്ന കല്ലിന്റെ പേരാണ് ആണിക്കല്ല് എന്ന് പറയുന്നത്. तो एक निर्माण जब हम शुरू करते हैं तो सबसे पहले सिरा का या कोने का पत्थर लगाया जाता है, उसके बाद उस पर जो निर्माण होकर आता है और वो दीवार जहां पर समाप्ति होती है वहां पर आखिर का पत्थर, जिससे चोटी का पत्थर कहते हैं, वो लगाते हैं। ഇതിന് സമാനമായി ദൈവസഭയുടെ പണിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ और इसके समांतर में परमेश्वर की मंदिर के बारे में, उस निर्माण के बारे में जब हम पढ़ते हैं
പുതിയ നിയമ സഭയുടെ പണിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ नया नियम कलीसिया के उस निर्माण के बारे में जब हम पढ़ते हैं, യേശുക്രിസ്തു എന്ന മൂലക്കല്ലിലാണ് ദൈവസഭയുടെ പണി ആരംഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ എന്നെ ശ്രമിക്കുന്ന വചനനിശ്ചയമുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. यीशु मसीह जो नेव का पत्थर है या सिरे का पत्थर है, ऐसा बिना मेरे कहे आप लोग सब समझते हैं. ആമേൻ. പിന്നീട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വന്ന അടിസ്ഥാന കല്ലുകളെന്ന് എഫേസ്യ ലേഖനത്തിൽ മറ്റും നമ്മൾ കാണുന്നുണ്ട്. एफेसियों की पत्री में हम पढ़ते हैं भविष्यवक्ता और प्रेरित जो है वो उसका नींव बने हैं. ആമേൻ. മൂലക്കല്ല് തന്നെ ശോധന ചെയ്തിട്ട കല്ലാണെന്നാണ് വായിക്കുന്നത്. और वो सिरे का पत्थर है वो भी जो है वो जो ढोका गया या फिर वो जांचा गया पत्थर है, ऐसा लिखा है. എബ്രായത്തിൽ പറയുന്ന പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്നോട് വായിക്കുന്നു. इब्रानी लेखनों की पत्री में पढ़ते हैं वो पुत्र था, उसके बावजूद भी उसने जो है आज्ञा मानना सीखा. ആമേൻ. വിവിധ അനുഭവങ്ങളിൽ കൂടെ കർത്താവിനെയും ശോധന ചെയ്ത് ഈ ആലയത്തിന്റെ മൂലക്കല്ലാക്കുവാൻ യോഗ്യനെന്ന് കണ്ടാണ് കർത്താവിനെ മൂലക്കല്ലാക്കിയിരിക്കുന്നത് സ്വപിതാവായ ദൈവം. अलग अलग जांचों के द्वारा परखे जाने के बाद यीशु मसीह को योग्य ठहराया और योग्य होने के कारण से यीशु मसीह को वो सिरे का पत्थर बनाया परमेश्वर ने. അത് ഓരോന്നായിട്ട് ഇപ്പോൾ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ രത്നചുരുക്കമായിട്ട് അങ്ങനെ പറഞ്ഞ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. समय नहीं है इसलिए सारांश कहकर जल्दी से मैं अगली भाग की ओर आता हूँ. അങ്ങനെയെങ്കിൽ മൂലക്കല്ല് ശോധന ചെയ്ത് തെളിയിച്ച കല്ലാണെന്ന് വരികിൽ അതിനോട് ചേർത്ത് പണിയുന്ന അടിസ്ഥാന കല്ലുകളും മുകളിലേക്ക് അതിനോട് ചേർത്ത് പണിയുന്ന ഭിത്തിക്കെട്ടിലെ ഓരോ കല്ലുകളും നിശ്ചയമായിട്ട് ശോധന ചെയ്ത് പ്രൂവ് ചെയ്ത കല്ലുകളായിരിക്കണം. इसी तरह से जांच कर परखा हुआ पत्थर अगर सिरे का पत्थर है, नेव का पत्थर, दीवार की पत्थर और ऊपर जो निर्माण करने का पत्थर है वो भी इसी तरह से जांच के परखा गया पत्थर होना है. ഓരോ ദൈവവേദിലും ദൈവത്താൽ പരിശോധിക്കപ്പെട്ട യോഗ്യനെന്ന് തെളിയിച്ചുകൊണ്ടാണ് ദൈവസഭയുടെ ഭാഗമാക്കി മാറ്റുന്നത്. हर एक परमेश्वर का संतान बेटा बेटी जो है इस तरह से परखे जाने के बाद सिद्ध जब होता है तब वो उस निर्माण के साथ जुड़ जाता है. 4-ാം സങ്കീർത്തനത്തിൽ ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. भजन संहिता 4 में एक वचन हम पढ़ सकते हैं. യഹോവ ഭക്തനെ തനിക്കായി വേർതിരിക്കുന്നു അവിടെ കാണുന്നു. यहोवा अपने डरवयों को अपने लिए अलग रखता है, ऐसा हम पढ़ते हैं. നമ്മളെല്ലാവരും കൂടെ ഒരു വ്യക്തി യോഗ്യനാണെന്ന് പറഞ്ഞാലും സ്വർഗം സമ്മതിക്കത്തില്ല. ദൈവമാണ് ഫൈനൽ ശോധന കഴിച്ചിട്ട് യോഗ്യനോ അയോഗ്യനോ എന്ന് തെളിയിക്കുന്നത്. അതെ, ബോധ്യപ്പെടുത്തിയെടുക്കുന്നത്. हम सब एक व्यक्ति को योग्य अगर करार दे, इससे वो नहीं होता. अंतिम निर्णय परमेश्वर का है जो तय करता है कि एक व्यक्ति योग्य है या अयोग्य है. അപ്പോൾ ദൈവത്താൽ യോഗ്യനെന്ന് തെളിയിക്കപ്പെട്ട ഒരു കല്ലായി മാറുന്ന വ്യക്തികളെ കൊണ്ടാണ് സാക്ഷാൽ നിത്യതയിൽ തേജസ്സിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവസഭയെ ദൈവം പണിയുന്നത്. तो परमेश्वर के द्वारा जिन लोगों को योग्य ठहराया गया है, ऐसे पत्थरों के साथ वो अनंतता में आने वाले उस नए जो कलीसिया है उसका निर्माण पूरा होता है. 1 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം 15-16 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം എന്ന് പറയുന്ന ദൈവസഭയെ കുറിച്ച്. और पहले तीमुथियुस में हम देखते हैं जीवित परमेश्वर का वो जीवित लोग, ऐसा कहे जाने वाला वो कलीसिया. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവന്റെ സഭയിലെ അംഗങ്ങളെ ചേർത്ത് പണിയുന്ന ഈ ദൈവത്തിന്റെ പുതിയ നിയമ ദൈവസഭയാകുന്ന ദൈവാലയവും ജീവനുള്ള ആലയമാണ്. हमारा परमेश्वर जीवित परमेश्वर है और जीवित परमेश्वर के लोगों के साथ निर्माण किया हुआ वो कलीसिया, वो भी जीवित कलीसिया है. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരുമാണ് ഈ ആലയത്തിന്റെ ഓരോ കല്ലുകൾ. ऐसा है तो हम में से प्रत्येक व्यक्ति इस कलीसिया का एक एक पत्थर है. അങ്ങനെയെങ്കിൽ ദൈവസഭയുടെ ആദ്യത്തെ കല്ല് മുതൽ അവസാനത്തെ കല്ല് വരെയും കയറ്റുന്നത് കൃപ എന്ന ആർപ്പോടുകൂടെയാണ്. और ऐसा है तो इस कलीसिया का पहले पत्थर से लेके आखिरी पत्थर तक अनुग्रह ऐसा कहकर उसका निर्माण किया जाता है. ഇനി അതിനോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടെ നമ്മളിലേക്ക് ഇറങ്ങി നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. उसके साथ और एक बात, थोड़ा गहरा सोचने के लिए और एक बात बताना चाहूंगा. ദൈവമക്കൾ എല്ലാവരും കൂടെ ചേരുന്നത് ദൈവത്തിന്റെ ആലയമായിരിക്കുമ്പോൾ തന്നെ നാം ഓരോരുത്തരും വ്യക്തിപരമായും ദൈവത്തിന്റെ ആലയമാണ്. हम सब मिलाकर जो एक कलीसिया जब निर्माण होते हैं उसी समय हम में से हर एक व्यक्तिगत तौर पर भी हम परमेश्वर का मंदिर है. ഇതെല്ലാം ശരിയായ ആത്മീയർക്ക് ദൈവാത്മാവ് തെളിയിച്ചു കൊടുക്കുന്ന സത്യമാണ്. और ये सब सही आत्मिक लोगों को परमेश्वर की आत्मा ने उजागर किया हुआ बातें हैं. അതുകൊണ്ടാണ് ദൈവമക്കൾ ഇത് ഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ പറയുവാനിടയായത്. और इसलिए परमेश्वर के लोगों को ये समझ आएगा, ऐसा मैंने कहा.
ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറയും. परमेश्वर का वचन कहता है, तुम परमेश्वर के मंदिर हो, परमेश्वर की आत्मा तुम में बात करती है, क्या तुम ये नहीं जानते? ആലയം എന്ന നിലയിൽ നാം ഒന്നിച്ചു കൂടുമ്പോൾ നമ്മുടെ നടുവിൽ ദൈവം വസിക്കുന്നു. एक मंदिर होने के नाते जब हम मिलकर आते हैं तो हमारे बीच में परमेश्वर बात करता है। വ്യക്തിപരമായി നാം ദൈവത്തിന്റെ ആലയമായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. और व्यक्तिगत तौर पर जब मैं परमेश्वर का मंदिर बनता हूं तो मेरे भीतर परमेश्वर बात करता है। അതുകൊണ്ടാണ് കൊലോസ്യലേഖനത്തിൽ പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ എന്നവിടെ പറയുന്നു. कोलोस्से की पत्री में महिमा का जो यीशु मसीह है वो तुम में प्रकाशमय हो, ऐसा लिखा है। 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ, മറ്റേത് 1 കൊരിന്ത്യർ 3:16 എന്നാണ് പറഞ്ഞത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുമ്പോൾ, ആമേൻ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ലെന്നും, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീനെന്നും അവിടെ വായിക്കുന്നുണ്ട്. पहले कुरिन्थी 1:3 में से पढ़ा था, लेकिन दूसरा जो ये विषय है पहली कुरिन्थी 6 में लिखा है, उसका 18-19 में लिखा है कि क्या तुम नहीं जानते कि अब तुम तुम्हारे नहीं रहे, लेकिन तुम जो है वो मोल लिए गए हो। കുറച്ചു സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത് കൊണ്ടാണ് വാക്യങ്ങളൊന്നും ഞാൻ എടുത്തു വായിപ്പിക്കാത്തത്. कुछ कम समय में इसलिए जो अच्छे वाक्य है वो लेकर नहीं पड़ता। അങ്ങനെയെങ്കിൽ വ്യക്തിപരമായി നാം ദൈവാലയമായിരിക്കുമ്പോൾ, और ऐसा हो अगर मैं व्यक्तिगत तौर पर परमेश्वर का अगर मंदिर हूँ, ആമേൻ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ച ആദ്യത്തെ ദിവസം മുതൽ ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയോ കർത്താവിന്റെ വരവിന്റെ സമയത്തോ ഏത് വിധത്തിലാണോ നമ്മൾ ലോകത്തിന് മാറ്റപ്പെടുന്നത്, ആ മാറ്റപ്പെടുന്ന അവസാനത്തെ ദിവസം വരെ ഓരോ ദിവസവും കൃപ എന്ന ആർപ്പോടുകൂടെ ഓരോ ദിവസത്തെയും നാം അതിജീവിക്കേണ്ടത് ആവശ്യമാണ്. और अगर ऐसा है तो हमारा आत्मिक जीवन का शुरुआत से लेके हमारा अंत जिस तरह भी क्यों ना हो, या तो मृत्यु के साथ हम दुनिया से हट जाएंगे, या हमारे यीशु मसीह का आगमन तक अगर आगमन के साथ हम होंगे, तो दोनों ही परिस्थितियों में प्रत्येक दिन हमें अनुग्रह समझकर इस तरह से उसके साथ हमारा निर्माण करते हुए हमारे जीवन को हमें बिताना है। കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുണ്ടായല്ലോ, അതാത് ദിവസത്തിന് ദോഷം മതി, അതാത് ദിവസത്തിന് ദോഷം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. यीशु मसीह ने अपने चेलों को सिखाते वक्त कहा, प्रत्येक दिन को उस दिन की खामी है, इसका मतलब हर दिन में एक खामी है। അവൻ ഓരോ ദിവസത്തെയും ദോഷത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും വ്യക്തിപരമായി നാം ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുകയും ദൈവത്തോട് അതിനായി പ്രാർത്ഥിക്കുകയും വേണം. और हर दिन जो उस दिन का जो कमी है, उस कमी के ऊपर हमें जय पाने के लिए परमेश्वर की उपस्थिति में बैठकर हमें उसका अनुग्रह को पाना है और उसके ऊपर हमें जय पाना है। നമ്മുടെ സകല പ്രാർത്ഥനയുടെയും അടിസ്ഥാന ഘടകമായ കർത്താവ് പഠിപ്പിച്ച മത്തായി 6-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിൽ हमारा यीशु मसीह ने जो प्रार्थना सिखाया, जो लूका सुसमाचार में 6 अध्याय में है, ആ മത്തായി 6-ൽ പറയുന്ന ആ സ്വർഗ്ഗസ്ഥനായ പിതാവേ തുടങ്ങുന്ന നമ്മളേവരും അറിയുന്ന ആ കർത്തൃപ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥന വാസ്തവത്തിൽ അത് കർത്തൃപ്രാർത്ഥന അല്ലാതെ ശിഷ്യന്മാരായ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ്. मत्ती का सुसमाचार 6 अध्याय में जो प्रार्थना को सिखाया गया वो है ये चेलों को सिखाया हुआ प्रार्थना। ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്, പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ എന്ന്. उसमें एक ऐसा लफ्ज कहा है, ताकि हम परखे न जाए, इसके लिए बैरी से हमें बचा ले। ഇന്നലെ രാത്രി നമ്മൾ ധ്യാനിച്ചതുപോലെ നിരന്തരമായി നമ്മളെ ആത്മീയമായി നമ്മുടെ വിരുദ്ധനെ എത്തിക്കുവാൻ ആത്മീയ പരാജയത്തിലേക്ക് രഹസ്യ ജീവിതത്തിലൂടെയും പരസ്യ ജീവിതത്തിലൂടെയും നമ്മളെ തോൽവിയിലേക്കും അതേ പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കാണ് പരിശ്രമിക്കുന്ന ശത്രു നമ്മളെ അലട്ടാതെ വേണം അവന്റെ മേൽ നമുക്ക് ഓരോ ദിവസവും ജയം ലഭിക്കുവാനായിട്ട് നിരന്തരമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. कल हमने जैसे सुना, हमें हमेशा हार देने के लिए, भटका देने के लिए, हमारे जीवन में जीत, आत्मिक जीत ना हो पाए, इसके लिए काम करने वाले हमारे विरोधी शैतान के हर दिन के काम से हमको बचने के लिए हर समय निरंतर हमको प्रार्थना में लोलीन रहना है, ताकि इसमें सब हम जय पाकर जीवन को बिताए। ഇന്നലെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ അത് ഇന്നലത്തേക്കുള്ളതായിരുന്നു ആ പ്രാർത്ഥന. कल अगर ऐसा प्रार्थना किया है तो वो प्रार्थना कल के लिए था। ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ അത് ഇന്നത്തേക്കുള്ള പ്രാർത്ഥനയാണ്. और आज अगर हमने ऐसा प्रार्थना किया तो वो आज का प्रार्थना है। കർത്താവ് വരാൻ താമസിച്ചിട്ട് നാളെ നാം ഭൂമിയിൽ ജീവനോടുണ്ടെങ്കിൽ നാളെ നമ്മൾ വേറെ അതിനായി തന്നെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. अभी परमेश्वर का आगमन में अगर देर होता है, कल अगर हमको संसार में जीना है तो कल के लिए फिर अलग प्रार्थना हमको करना है। ഇന്നലെ പ്രാർത്ഥിച്ചതും ഇന്ന് പ്രാർത്ഥിച്ചതും നാളത്തേക്ക് ഒരിക്കലും അത് ഉതകത്തില്ല.
कल जो प्रार्थना किया, आज जो प्रार्थना हमने किया, ये दोनों ही कल के लिए उपयुक्त नहीं होगा। അതിന് നാളെ നമ്മൾ വേറെ പ്രാർത്ഥിക്കണം, നാളത്തേക്ക് നമ്മൾ വേറെ കൃപ പ്രാപിക്കേണ്ട ആവശ്യമാണ്. कल के लिए हमें नया अनुग्रह पाना है और कल के लिए हमको अलग प्रार्थना करना है। അങ്ങനെ ഓരോ ദിവസത്തെയും നമ്മൾ ഓരോ കല്ല് പോലെ കണ്ടിട്ട് ഓരോ കല്ലിനെയും ഓരോ ദിവസത്തെയും പ്രതിസന്ധികളെ നമ്മൾ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിച്ച് നമ്മുടെ അവസാനത്തെ ദിവസത്തെയും നമ്മൾ കൃപയിൽ ആശ്രയിച്ച് പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ്. ऐसे प्रतिदिन को एक पत्थर के ना ही अनुग्रह अनुग्रह कह के जय पाते हुए हर दिनों की जो मुश्किलात है, जो भी हमारी खामियां है, उन तमाम बातों के ऊपर जय पाकर आखिरी दिन तक उस सिरे की या उस चोटी के पत्थर तक हमको ऐसी अनुग्रह के साथ बढ़ना है। ഞാൻ പറഞ്ഞതുപോലെ പറയുന്നു, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ സൂക്ഷിക്കേണ്ട, ജയകരമായ ജീവിതത്തിന് വേണ്ടി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. कल जैसा हमने कहा, हमारे जो बुनियादी मसीह जीवन में कुछ बातों को जो हमको ख्याल रखना है, देखभाल करना है, सावधानी बरतना है, उस बारे में हम बात करते हैं। ഇത് ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഉള്ള കാര്യമല്ല, മരണപര്യന്ത ഹൃദയത്തിൽ നമ്മൾ കരുതേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ये एक दिन का, एक हफ्ते का या एक माह की बात नहीं है। हमारी मृत्यु तक जिन बातों को हमें देखभाल करना है, जिसके अनुसार जीवन को बिताना है, वो अनुशासन के बारे में बताते हैं। കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വചനപ്രകാരം ജീവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. पिछले दिनों में इस वचन के अनुसार जो जिए, उनके लिए मैं प्रभु का धन्यवाद करता हूँ। ആ കാര്യം തുടർന്ന് കുറെ കൂടെ ശക്തമായി ചെയ്യുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. और वही बात को और भी सामर्थ्य करने के लिए प्रभु की आत्मा हमारी मदद और सहायता करने पाए। ഇതുവരെ ഇതിനെ ഗൗരവം മനസ്സിലാക്കാത്ത ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആമേൻ, ഇത് വളരെ ഗൗരവമായ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റെടുക്കണമേ എന്ന് സ്നേഹത്തിൽ ഓർക്കുകയാണ്. उसकी गंभीरता को अगर हल्के में देखने वाले कोई हमको सुनते हैं तो उनको और एक बार कहना चाहूंगा, हमारा निवेदन है आप लोग इन बातों को बहुत गंभीरता से स्वीकार करें और इसका अनुशासन करें। അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് കൃപ കൃപ എന്ന ആർപ്പോടെ ഓരോ ദിവസത്തെയും നമ്മൾ അതിജീവിക്കണമെന്നുള്ളതാണ്. तो हमने जो सीखा कि अनुग्रह अनुग्रह ऐसा कहते हुए प्रतिदिन हमको जय पाना है। ആമേൻ. ഇനിയും ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? अभी परमेश्वर का अनुग्रह क्या है? ആമേൻ. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുകയുണ്ടായി. प्रेरित पौलुस को हम जानते हैं, जब उसने खास विषय के लिए जब प्रार्थना किया तो परमेश्वर की आत्मा ने पौलुस को कहा, मेरी कृपा, मेरी अनुग्रह तेरे लिए काफी है। അവിടെ കൃപയുടെ ഡെഫിനിഷൻ എന്താണെന്ന് കർത്താവ് തന്നെ അവിടെ, ദൈവത്തിന്റെ ആത്മാവ് തന്നെ അവിടെ വിവരിക്കുകയുണ്ടായി. और वहां पर इस अनुग्रह का परिभाषा क्या है, पवित्र आत्मा ने ही स्वयं वहां पर लिखा है। അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി എന്നാണ് പറഞ്ഞത്. तेरे कमजोरी में प्रकट होकर आने वाला परमेश्वर का सामर्थ्य बल वहां पर लिखा है। അപ്പോൾ നാം എവിടെയൊക്കെ ആത്മീയമായി ബലഹീനപ്പെട്ടു പോകുന്നോ ആ സമയത്ത് ദൈവത്തിന്റെ കൃപ വന്ന് നമ്മളെ സഹായിക്കണം. तो जहां भी हम कमजोर आ जाता है, वहां पर परमेश्वर का अनुग्रह आकर हमें मदद करता है। അപ്പൊ ആ ദൈവത്തിന്റെ കൃപ വന്ന് നമ്മളെ സഹായിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ ബലമാണ് ആ ബലഹീനപ്പെട്ടു പോകുന്ന വിഷയത്തെ അതിജീവിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്നത്. तो जब हम कमजोर हो जाता है तो वहां पर परमेश्वर की जो मदद आता है, वो अनुग्रह है जो उस समस्या के ऊपर जय पाने के लिए हमें बलवंत करता है। ഏത് പാപമാണ്, ഏത് തെറ്റുകളാണ് നമ്മൾ ചെയ്യുവാൻ തക്കവണ്ണം പരീക്ഷിക്കപ്പെടുന്നത്, ആ സ്ഥാനത്ത് ദൈവത്തിന്റെ ശക്തി നമ്മൾക്കില്ലെങ്കിൽ നാം ബലഹീനപ്പെട്ട് ആ പാപത്തിന് അടിമപ്പെട്ടു പോകും. जो पाप हमारे ऊपर जो है, हमारा जो जांचा जाता है, परखे जाते हैं, या जिस पर हम लोग हो जाते हैं, हम अगर परमेश्वर का अनुग्रह उस पर नहीं पाते तो हम कमजोर होकर उसमें हम हार जाएंगे, उस पाप में गिर जाएंगे। നാം അങ്ങനെ അതേ ബലഹീനപ്പെട്ടു പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. और इस तरह से हम कमजोर हो, ऐसा परमेश्वर कदापि नहीं इच्छा करते। അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, इसीलिए इब्रानी की पत्री 4:14 में ऐसा लिखा है, അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരിക എന്ന്. वहां पे लिखा है कि अनुग्रह पाने के लिए और कृपा पाने के लिए सही समय में हमें मदद मिलने के लिए उस अनुग्रह के सिंहासन की ओर हिम्मत के साथ हम आए। ആമേൻ. തൽസമയത്തെ സഹായത്തിനുള്ള കൃപ എന്നാണ് അവിടെ പറയുന്നത്. सही समय में जो मदद है उसका अनुग्रह लिखा है। ഒരു പ്രത്യേക വിഷയത്തിൽ നമ്മൾ ബലഹീനപ്പെട്ടു പോകാനിടയാകുന്ന ആ ഡ്യൂ ടൈമിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ തലയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ദൈവം നമുക്ക് പകരുകയാണ് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ.
तो किसी भी परिस्थिति में, किसी मुश्किलात में जब हम होते हैं तो उस ठीक समय में हमारा उद्धार करने के लिए जो मदद आता है वो परमेश्वर का अनुग्रह के लिए हमें गुहार करना है, प्रार्थना करना है। തന്റെ സഭയെ ചേർക്കുവാൻ വാഴ്ത്തപ്പെട്ട കർത്താവ് ലോകത്തിലേക്ക് വരുന്നത് വരെയും ആ കൃപാസനത്തിന്റെ വാതിൽ അടച്ചിട്ടില്ല, അത് തുറന്നു തന്നെ ഇട്ടിരിക്കുക. और हमारा यीशु मसीह संसार में वापस दोबारा हमें ले जाने के लिए जब तक नहीं आता तब तक जो है उस अनुग्रह का सिंहासन का द्वार खुला है, वहां पर हमारी पहुंच है। ആമേൻ. കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോഴാണ് ആമേൻ കൃപാസനത്തിന് താൻ എഴുന്നേൽക്കുന്നത്. परमेश्वर अपनी कलीसिया को अपने पास ले जाने के लिए जब उठता है, जब आता है, तब वो उस कृपा के आसन से वो उठ खड़ा होता है। അതുവരെയും കർത്താവ് അവിടെ മേ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചുകൊണ്ട് കൃപാസനത്തിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. तब तक उस अनुग्रह के सिंहासन पर क्या मैं तुम्हारी मदद करूं, ऐसा पूछते हुए हमारे लिए यीशु मसीह वहां इंतजार करता है। ഇത് മനസ്സിലാക്കുന്ന നമ്മൾ കൃപാസനത്തെ മാക്സിമം പ്രയോജനപ്പെടുത്തണം. और ये जो हम समझते हैं, हम उस अनुग्रह के सिंहासन को जितना हो सकते उतना उपयोग करें। ആമേൻ. ഈ കൃപാസനത്തെ മാക്സിമം പ്രയോജനപ്പെടുത്തിയ ഒരു ദൈവത്തിനെ ഞാൻ ബൈബിളിൽ കാണുന്നു. और इस कृपासन को जितने अधिकांश यूज किया, उसको ऐसा एक भक्त को मैं पवित्र शास्त्र में देखता हूँ। അദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ വിളിച്ചോട്ടെ, മഹാനായ പൗലോസ് അപ്പോസ്തലൻ. और उसे मैं ऐसा बुलाना चाहूंगा, महान प्रेरित पौलुस। അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനായിരുന്നു ദൈവകൃപയിൽ. परमेश्वर की अनुग्रह में एक महान व्यक्ति था। അതെ, താന് ബുദ്ധിപരമായി സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് പലപ്പോഴും തന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ മറ്റു പലരെക്കാളും തനിക്ക് പലതും എടുത്തു പറയാനുണ്ടെന്ന് താൻ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और वो बुद्धि के हिसाब से जब वो बातें करता है तो अन्य लोगों से भी अधिक बातों कहने के लिए घमंड की बातें उसके जीवन में है, ऐसा हम पढ़ते हैं। എല്ലാ അപ്പോസ്തലന്മാരിൽ വെച്ച് ഏറ്റവും ചെറിയവന്റെ താഴെ ഒരു ചെറിയവനാണെങ്കിൽ അത് ഞാനാണെന്ന് പറഞ്ഞവനെങ്കിലും അദ്ദേഹം മറുഭാഗത്ത് പറയുന്നു, അവരെല്ലാവരെക്കാളും ഏറ്റവും അധികം ഞാൻ അധ്വാനിച്ചു. वहां पर वो एक जगह पर ऐसा लिखते हैं कि सारे प्रेरितों में से सबसे छोटा प्रेरित हूं, लेकिन उसके बाद भी कहता है कि इन तमाम लोगों से अधिक मैंने सेवा किया या मैंने परिश्रम किया। ആമേൻ, ആമേൻ. തന്റെ വിനയമാണ് എല്ലാ അപ്പോസ്തലന്മാരിലും ഏറ്റവും ചെറിയവൻ എന്ന് പറഞ്ഞത്. उसकी नम्रता है जो उसने कहा कि मैं तमाम प्रेरितों से सबसे छोटा हूँ। എന്നാൽ ദൈവം തന്നെ പ്രയോജനപ്പെടുത്തിയ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാവരെക്കാളും ഏറ്റവും അധികം ഞാൻ അധ്വാനിച്ചു എന്നതാണ് ഒരു സത്യം വെളിപ്പെടുത്തുന്നു. लेकिन परमेश्वर ने उसको उपयोग करने के विषय में जब कहता है, तब कहता है इन तमाम लोगों से अधिक मेरा उपयोग हुआ है, ऐसा वो बोलते हैं। ആമേൻ. എന്നിട്ട് അടുത്ത വാക്കിൽ താൻ പറയുന്നു, ഞാനല്ല എന്നോടുകൂടിയുള്ള ദൈവത്തിന്റെ കൃപയത്രേ എന്ന് പറയുന്നു. और उसके तुरंत बाद वो कहते हैं, मैं नहीं, मेरे साथ जो परमेश्वर का अनुग्रह है। തന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാ തന്നെ ദൈവം ബലപ്പെടുത്തിയപ്പോൾ മറ്റു പലരെക്കാളും കൂടുതലായി അധ്വാനിപ്പാൻ തനിക്ക് ഇടയായി തീർന്നു. मेरे कमजोरी में मुझे सिद्ध करने वाला परमेश्वर का अनुग्रह जब मेरे ऊपर आता है तो अन्य तमाम लोगों से अधिक परिश्रम और सेवकाई मुझसे हुआ। മാത്രമല്ല ജീവിതത്തിന്റെ സ്വഭാവപരമായ പെരുമാറ്റങ്ങളിൽ താൻ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാനിടയായി തീർന്നു. और इतने नहीं, जीवन के स्वभाव में यीशु मसीह के स्वभावों का अनुकरण करने वाला एक व्यक्ति बना। ഇടയ്ക്ക് താൻ തന്റെ ലേഖനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികളായിരുന്നു കൊള്ളുക. और एक जगह पर उन्होंने ऐसा किया, जिस तरह से मैं यीशु मसीह का अनुकरण किया उस तरह से तुम मेरा अनुकरण करो। പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നിങ്ങൾ എന്നെ പൗലോസിനെ അനുകരിച്ചു കൊള്ളുക, തന്നെ അനുകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതായിട്ടാണ് പലരും അത് ധരിച്ചിരിക്കുന്നത്. लेकिन बहुत से लोगों ने इस वचन को इस तरह से समझ लिया है कि पौलुस ने ऐसा कहा कि तुम मुझे यानी पौलुस को अनुकरण करो। ശ്രദ്ധിക്കണം, പൗലോസിനെ അനുകരിക്കണമെന്ന് പൗലോസ് ഒരിക്കലും പറഞ്ഞില്ല. पौलुस का अनुकरण करो ऐसा उसने कभी भी नहीं कहा। ഞാൻ ഏത് രൂപത്തിൽ എന്റെ കർത്താവിനെ അനുകരിക്കുന്നു ആ രൂപത്തിൽ നിങ്ങളും കർത്താവിനെ അനുകരിക്കണമെന്ന് താൻ അവിടെ ചൂണ്ടിക്കാണിക്കുക. पौलुस ने वहां पर जिस और इशारा किया वो ये है, जिस तरह से मैं मेरे यीशु मसीह का अनुकरण करता हूँ उसी तरह से तुम भी यीशु मसीह का अनुकरण करो। ദൈവത്തിന്റെ ആത്മാവിലും അവിടുന്ന് പകരുന്ന കൃപയിലും ആശ്രയിച്ചാണ് താൻ യേശുക്രിസ്തുവിന്റെ ആ ദിവ്യ സ്വഭാവത്തോട് ചേരുന്ന അനുഭവത്തിൽ കർത്താവിനെ അനുകരിച്ചതും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഫലപ്രദമായ നിലയിൽ പൂർത്തീകരിക്കുവാൻ ഇടയാക്കിയത്. परमेश्वर की आत्मा से और जो अनुग्रह उसके ऊपर दिया गया था, इस कारण से उसकी सेवकाई को पूरा कर पाया और उसने जो भी किया वो उस अनुग्रह के सानिध्य में किया। ദൈവവചനം പഠിക്കുവാൻ സന്തോഷമുള്ളവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മിക്കട്ടെ.
परमेश्वर के वचन को सीखने के लिए रुचि रखने वालों के लिए और एक बात बताना चाहूंगा। ഇനിയൊരു സന്തോഷകരമായ കാര്യം നമുക്ക് കാണാൻ കഴിയും ഇതിനോട് ബന്ധപ്പെട്ട് പൗലോസിന്റെ സകല ലേഖനങ്ങളും നമ്മൾ വായിച്ചു നോക്കുക. पौलुस का हर पत्री को अगर हम पढ़कर देखें, തന്റെ സകല ലേഖനങ്ങളുടെയും അവസാനത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ 2-3 വാക്യങ്ങൾക്കകത്ത് താൻ ഇങ്ങനെ ഒരു ഭാഗം എഴുതിയിട്ടുണ്ടാകും, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. उनके तमाम पत्र के आखिरी उस जो अध्याय होता है उसके आखिर के 1-2 आयतों में ऐसा लिखा होगा, अनुग्रह तुम्हारे साथ रहे. അതെ, ഒരു കത്ത് എഴുതിയിട്ട് ഏറ്റവും ഒടുവിൽ ഒരു മാന്യമായ വാക്ക് എഴുതിയതായിട്ട് മാത്രം അതിനെ ധരിക്കരുത്. केवल एक खत लिखकर आखिर में उन्होंने इस तरह से समाप्ति लिखा है, ऐसा नहीं सोचना. തന്റെ ഓരോ ലേഖനങ്ങളും ദൈവമക്കൾ ധ്യാനിക്കുമ്പോൾ ആ വചനപ്രകാരം ജീവിക്കുവാൻ പ്രചോദിതരായി തീരുമ്പോൾ, അതിനായി സമർപ്പിക്കപ്പെടുമ്പോൾ, മക്കളെ ഇത് നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, കൃപ പ്രാപിച്ചത് നിങ്ങൾ അനുസരിക്കുക എന്ന് താൻ പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. लेकिन उसके एवज में वो यही बात को दर्शाता है कि जब उसकी पत्र को पढ़कर जो कोई जो भी जो है प्रभावित होकर इसको करना चाहे तो उनके लिए वो एक संदेश है कि तुम अपने बल पे बच्चों ये नहीं कर सकते, लेकिन अनुग्रह तुम्हारे साथ हो और अनुग्रह के साथ तुम इन बात को पूरा कर सकते, ऐसा एक संदेश उसमें छुपा है. ആമേൻ ആമേൻ. ഏതോ ഒരു തന്റെ ഒരു ലേഖനത്തിനകത്ത് താൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ സകല ലേഖനങ്ങൾ ഇത് തന്നെ അടയാളം, ഞാൻ ഇങ്ങനെ എഴുതുന്നു, യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. किसी एक पत्र के बाद उसने ऐसा लिखा है कि मैं मेरे हर पत्र में इस तरह से लिखता हूं, लेकिन मैं फिर कहता हूं यीशु मसीह का अनुग्रह तुम्हारे साथ रहे. ആമേൻ. എബ്രായ ലേഖനത്തിന്റെ അവസാനത്തിലും ആ പദം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. इब्रानी पत्रों की पत्री का आखिर में भी हम उसको देख सकते हैं. ആമേൻ. പറഞ്ഞതിന്റെ സാരം, ദൈവകൃപയെ ശരണപ്പെട്ട് ദൈവകൃപ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തി ഫലപ്രദമായ ജീവിതം നയിക്കുകയും ദൈവസന്നിധിയിൽ വളരെ ശക്തിയോടെ കർത്താവിന്റെ ശുശ്രൂഷ തികയ്ക്കുകയും ചെയ്തൊരു മാന്യനായ മഹാനായ മനുഷ്യനാണ് ശ്രേഷ്ഠനായ അപ്പോസ്തലൻ. कहने का तात्पर्य परमेश्वर का अनुग्रह को पाकर उस अनुग्रह में सिद्धता पाते हुए अपनी सेवकाई को पूरा करने वाले में से सबसे उत्तम एक उदाहरण है प्रेरित पौलुस का जीवन. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചു വന്ന വിഷയത്തോട് എന്ന് പറഞ്ഞിട്ട്, ക്രിസ്ത്യ ജീവിതം ആരോഗ്യപരമായി നാം നയിക്കുമ്പോൾ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല, കൃപ കൃപ എന്ന ആർപ്പോടുകൂടി ഓരോ ദിവസത്തിൽ ദൈവകൃപയെ ശരണപ്പെട്ട് നാം അതിജീവിക്കണം എന്ന ദൈവസ്നേഹം നമ്മളെ ഓർമ്മിക്കുന്നു. और इस रीति से आज जो कहना चाहेंगे कि मसीह जीवन को एक स्वस्थ जीवन के द्वारा अगर हम जीना चाहते हैं तो इसी तरह से अनुग्रह अनुग्रह कहते हुए प्रतिदिन उसके ऊपर जीत पाते हुए हमको जीना है. ഈ കൃപ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. और ये अनुग्रह हमारे ऊपर पवित्र आत्मा ले आता है. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പഠിക്കുമ്പോൾ, യോഹന്നാൻ का सुसमाचार 1 उसका 14वां आयत में നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ അവിടെ വായിക്കുന്നു, यीशु मसीह के बारे में इस तरह से हम वहां पढ़ते हैं, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. वहां पर लिखा है और वचन देवदारी हुआ और अनुग्रह और सच्चाई से परिपूर्ण होकर हमारे बीच में डेरा किया. ആമേൻ. അങ്ങനെ ഞങ്ങൾ അവന്റെ തേജസ്സിനെ ദൈവത്തിന്റെ തേജസ്സായ യേശുക്രിസ്തുവിലൂടെ കാണുവാനിടയായെന്ന് യോഹന്നാൻ പറയുന്നു. और हमने उसकी ऐसी महिमा देखी जैसी पिता की इकलौते की महिमा है, ऐसा यूहन्ना कहता है. ആമേൻ. യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്ക് വന്നതിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന്, പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ലാത്ത സ്ഥാനത്ത് പിതാവ് എങ്ങനെയുള്ളവനെന്ന് പിതാവിനെ തന്റെ സ്വന്തം ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. तो यीशु मसीह का एक मकसद जो इस संसार में आने का था वो ये भी था, क्योंकि पिता परमेश्वर को किसी ने देखा नहीं है, अपने जीवन के द्वारा पिता परमेश्वर और उनके स्वभाव को लोगों को परिचित कराए और उस पिता का पहचान लोगों को उजागर और प्रकट करके दे. കർത്താവിന്റെ മരണത്തെ പ്രയോജനപ്പെടുത്തി നാം ദൈവകൃപയിലേക്ക് വരണമെന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് ദൈവം ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആ കർത്താവിന്റെ മരണത്തെ പ്രയോജനപ്പെടുത്തി ദൈവകൃപയിലേക്ക് കടന്നു വന്ന ദൈവമക്കൾ തുടർന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ നോക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നാണ് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നത്. अगर यीशु मसीह के मृत्यु के द्वारा हम उससे विश्वास कर हम उसके द्वारा चंगाई पाए, उद्धार पाए, ये अगर उसका बुनियादी बात है तो उसी तरह से उद्धार पाया हुआ व्यक्ति यीशु मसीह को देखकर, यीशु मसीह को जानकर उस जीवन को आगे बढ़ाए, ये उसका दूसरा भाग है.
അപ്പോഴാണ് ആദാമിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക സ്വഭാവങ്ങൾ നമുക്ക് തിരികെ പിടിക്കാനായിട്ട് കഴിയുന്നത്. और उस समय आदम के जरिए जो महिमा और जो बातें हमने परमेश्वर का खोया है वो हम वापस हासिल कर सकते हैं। ആ സ്വഭാവം എങ്ങനെയുള്ളതെന്ന് നമുക്ക് വെളിപ്പെടുത്തുവാൻ യേശു തന്റെ സ്വന്തം ജീവിതത്തിലൂടെ ആമേൻ അത് ഉപയോഗിച്ചത് അത് ദൈവവചനവും കൃപയുമാണ്. और वो हमें बताने के लिए यीशु मसीह ने अपने जीवन में जो इस्तेमाल किया वो अनुग्रह और परमेश्वर का वचन है। അതുകൊണ്ടാണ് പറഞ്ഞത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. और इसीलिए लिखा है कि अनुग्रह और सच्चाई से परिपूर्ण होकर हमारे बीच में रहा। സത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. और सच्चाई जो है वो परमेश्वर का वचन है। ആമേൻ. കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നതാണ്. और अनुग्रह जो है पवित्र आत्मा के द्वारा हमें मिलता है। അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു സൈഡിൽ ദൈവത്തിന്റെ വചനവും മറു സൈഡിൽ ദൈവത്തിന്റെ കൃപയും ഇത് രണ്ടും കൂടെ ചേർത്താണ് ദൈവിക സ്വഭാവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. तो एक जगह में परमेश्वर का वचन और दूसरी ओर परमेश्वर का अनुग्रह, ये दोनों मिलाकर परमेश्वर के स्वभाव को हमें प्रकट करके दिया। അതുകൊണ്ടും കൂടെയാണ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കുന്നു. इसीलिए पतरस ने ऐसा कहा, ऐसा मैं सोचता हूँ। ആമേൻ. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പറയുന്നു, നാം അവിടുത്തെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ അവിടുന്ന് ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. पहला पत्रस 2 में लिखा है कि हम उसकी नमूना को चुन ले, इसलिए उसने हमारे लिए पदचिन्ह छोड़ा है। ആ മാതൃകയ്ക്കകത്ത് കർത്താവ് തന്നെ പിതാവായ ദൈവത്തിന്റെ ദൈവിക സ്വഭാവം മനുഷ്യനായി ലോകത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തത് ദൈവവചനവും ദൈവശക്തിയും ഉപയോഗിച്ചുകൊണ്ടാണ്. और वो जो बातें परमेश्वर ने यीशु मसीह ने यहाँ पर संसार में हमारे लिए प्रकट किया, वो परमेश्वर का वचन और अनुग्रह का इस्तेमाल करके। ആമേൻ. അതിനെ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 10:38 ഇങ്ങനെ കാണുകയുണ്ടായി. പത്രോസ് അപ്പോസ്തലൻ പ്രസംഗത്തിൽ പറയാണ്, പിതാവായ ദൈവം യേശു കർത്താവിനെ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. प्रेरितों का काम उसका 10:38 में कलम ने देखा कि पिता ने उसको आत्मा में और बल में उसको अभिषेक किया। ആ ആത്മാവിന്റെ ശക്തിയും അഭിഷേകവും കൂടെയാണ് തനിക്ക് ഫലപ്രദമായ ജീവിതം നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുവാൻ കഴിഞ്ഞതും തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ആദ്യത്തെ ശുശ്രൂഷ മുതൽ ക്രൂശിലെ മരണമെന്ന ആ കഠോരമായ ഒടുവിലത്തെ ശുശ്രൂഷ വരെ തനിക്ക് തികയ്ക്കുവാൻ കഴിഞ്ഞതും. और उसी शक्ति और अनुग्रह के कारण, उस अभिषेक और उस सामर्थ्य के कारण, इसीलिए यीशु मसीह जो है वो संसार में जी पाया और आखिरी दिन जो है वो सलीब का मृत्यु तक वो सहन इसीलिए कर पाया क्योंकि वो सामर्थ्य उसके ऊपर था। ദൈവമക്കൾ ഓർക്കുന്നുണ്ടാകും, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും മത്തായി സുവിശേഷം 4-ലും യേശു കർത്താവിന്റെ പരശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാ അവൻ ആത്മാവിനാൽ നിറഞ്ഞ മരുഭൂമിയിലേക്ക് പോയെന്ന് വായിക്കുന്നു. लूका 4 और मत्ती 4 में हम देखते हैं यीशु मसीह की संसार में प्रचार शुरू होने की सेवा शुरू होने के पहला वहां पर लिखा है आत्मा से अगुवाई किए हुए वो जंगल से गया। പരിശുദ്ധാത്മാവ് തന്നെ ആമേ മരുഭൂമിയിലേക്ക് നയിക്കുകയായിരുന്നു. पवित्र आत्मा ही उसे जंगल की ओर अगुवाई किया। അവിടെ ദീർഘ ദിവസങ്ങൾ അവിടെ ആയിരുന്നു. ഏതാണ്ട് 40 ദിവസത്തെ കുറിച്ച് അവിടെ പറയുന്നു. लगभग 40 दिनों के बारे में वहां पर लिखा गया है। ആ 40 ദിവസവും സാത്താൻ വിവിധ നിലയിൽ കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. और इन 40 दिनों में शैतान अलग अलग रीति से उसकी परीक्षा करता रहा। ഏറ്റവും ഒടുവിൽ 3 പരീക്ഷയുമായി കടന്നു വന്നതാണ് നാം കൂടുതൽ പഠിക്കാറുള്ളത്. और आखिर में जो 3 परीक्षा हुआ उसके बारे में हमें वो पवित्र वचन कहता है। അപ്പൊ നമുക്ക് ചേർത്ത് ഇങ്ങനെ പറയാം, 40 ദിവസത്തെ വിവിധങ്ങളായ പരീക്ഷകളെയും ഏറ്റവും ഒടുവിൽ കടന്നു വന്ന 3 പരീക്ഷയും കർത്താവ് ജയിച്ചു എന്ന് നമ്മളിവിടെ കാണും. तो वहां पर हम देख सकते हैं 40 दिन जो शैतान ने यीशु मसीह को परीक्षा दिया, परखा, और इसके अलावा आखिरी जो 3 परीक्षा थी इस पर भी यीशु मसीह ने जय पाया हम देखते हैं। അങ്ങനെ സകല പരീക്ഷകളും തികച്ചു കഴിയുമ്പോൾ പിശാച് കുറെ കാലത്തെ കർത്താവിനെ വിട്ടുപോയെന്ന് വായിക്കും. और ऐसे तमाम परीक्षाओं के ऊपर जब यीशु मसीह ने जय पाया, कुछ समय के लिए शैतान मसीह को छोड़ दिया, ऐसा हम देखते हैं। ഇന്നലെ നമ്മൾ കാണുകയുണ്ട്, വിധവയായ സ്ത്രീ അസഹ്യപ്പെടുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവളെ വിടുവിക്കണമെന്ന് ആമേൻ അപേക്ഷിച്ചു. അല്പം കാലതാമസം വരുത്തിയെങ്കിലും ആ ന്യായാധിപൻ വന്ന് അവളെ ശല്യം ചെയ്ത ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അവളെ എന്നേക്കുമായി വിടുവിക്കുവാനിടയായി തീർന്നു. कल हमने देखा वो विधवा जिसको व्यक्ति परेशान कर रहा था, वो बार बार न्यायी को परेशान किया, इसलिए उसमें थोड़ा देरी हुआ, लेकिन उसके बावजूद भी क्योंकि ये उसको परेशान कर रही थी, इसलिए उसने उस बैरी के हाथों से बचाकर उसको न्याय दिलाया।
അത് അവളുടെ മടുത്തു പോകാതെയുള്ള പ്രാർത്ഥന നിമിത്തമാണ് സംഭവിച്ചത്, റിക്വസ്റ്റ് നിമിത്തമാണ് അത് സംഭവിച്ചത്. और उसकी विनती की वजह से, निरंतर जो विनती उसने किया, इसकी वजह से वो संभव हुआ। ഈ കാര്യവുമായിട്ട് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് കർത്താവ് പറയുമ്പോൾ കർത്താവ് കേവലം ഒരു തിയറി പറയുകയല്ലായിരുന്നു, തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ തന്നെ ചെയ്തിട്ടാണ് നമ്മളോട് പറയുവാനിടയായത്. इसके बारे में एक दृष्टांत के द्वारा यीशु मसीह ने जब इन बातों को बताया तो केवल एक सिद्धांत नहीं बताया, लेकिन अपने जीवन में इसको करने के बाद, एक नमूना के तौर पर करने के बाद हमको बोला ये करने के लिए। നിരന്തരമായി മുട്ടിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കണമെന്ന് ലൂക്കോസ് 11 ഇന്നലെ പഠിച്ച ആ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ മുമ്പിലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആമേൻ, ഈ കാര്യം ശിഷ്യന്മാരെ ഉപമയിലൂടെ പഠിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. लूका ने सुसमाचार में 11वें अध्याय में कल हमने देखा कि पवित्र आत्मा के लिए निरंतर हमको प्रार्थना करना है। यह बताने के पहले, अगर 11वें अध्याय के पहले हम देखेंगे तो यीशु मसीह वहां पर आत्मा के लिए प्रार्थना किया, ये हम वहां पर देख सकते हैं। പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന കർത്താവിനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറയുക. और ऐसा प्रार्थना करके आता हुआ यीशु मसीह को देखकर चेले कहते हैं कि हमें भी प्रार्थना करना सिखाओ। കർത്താവിന്റെ ആ പ്രാർത്ഥനാ ജീവിതം ശിഷ്യന്മാരെ വളരെ ആകർഷിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം. यीशु मसीह की प्रार्थना जीवन चेलों को आकर्षित किया, ये उसका सच है। മറ്റുള്ളവരെ പ്രാർത്ഥനയിലേക്ക് വളരെ ആകർഷിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടെങ്കിൽ അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. दूसरों को अगर प्रार्थना की और आकर्षण करने वाला प्रार्थना जीवन हमारा है तो उसके लिए मैं प्रभु का धन्यवाद करता हूँ। നമ്മളിലേക്ക് ആളുകളെ ആകർഷിക്കുവാനല്ല, നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനാ ജീവിതം മറ്റു പലർക്കും ഒരു കുട്ടിയോപദേശമായി തീരുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. हमारी ओर आकर्षित करने के लिए नहीं, लेकिन हमारी प्रार्थना जीवन दूसरों के लिए, प्रार्थना जीवन के लिए एक प्रेरणा बने, इसके लिए मैंने जो बात बताई। അങ്ങനെ പ്രാർത്ഥിച്ച കർത്താവാണ് പറഞ്ഞത്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ऐसा प्रार्थना करने वालों के बारे में यीशु मसीह ने कहा, जो पवित्र आत्मा को मांगते हैं उनको कितना अधिक देगा। അപ്പൊ അവൻ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, सब कुछ मिलाकर हम ऐसे सोच सकते हैं, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു, അവിടെ നിരന്തരമായി പിശാച് തന്നെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നിലുള്ള ദൈവവചന നിശ്ചയവും തന്നിലുള്ള ആത്മനിറവും തന്നിലുള്ളതായ പ്രാർത്ഥനാ ജീവിതവും കൊണ്ട് പിശാചിനെ താൻ ജയിക്കുവാനിടയായി തീർന്നു. तो सब मिलाकर इस तरह से हम कहते हैं कि पवित्र आत्मा ने उसको जंगल की ओर अगुवाई किया, और पवित्र आत्मा की भरपूरी से, सामर्थ्य से, परमेश्वर का वचन जो उसके अंदर था और प्रार्थना के कारण इन तमाम परीक्षाओं के ऊपर यीशु मसीह ने जय पाया। അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് വിഷയങ്ങളെ സാത്താനെ ജയിച്ചു. കുറെ കാലത്തേക്ക് സാത്താൻ കർത്താവിനെ വിട്ടുപോയി. അതിനുശേഷം അവിടുന്ന് ആത്മാവിന്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങി വന്നെന്ന് വായിക്കുന്നു. और ऐसे जय पाने के बाद हम देखते हैं कुछ समय के लिए शैतान यीशु मसीह को छोड़कर चला गया, और ऐसा जय पाया हुआ यीशु मसीह पवित्र आत्मा की बल के साथ गलील में लौटा। ഇപ്പോൾ പരസ്യമായ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കുമായിട്ട് മരുഭൂമിയിൽ മടങ്ങി വന്ന കർത്താവിൽ ആത്മാവിന്റെ നിറവുമുണ്ട്, ആത്മാവിന്റെ ശക്തിയുമുണ്ട്. और अब जो यीशु मसीह जो वहां से लौट आया है जंगल से, उसमें पवित्र आत्मा का बल भी है और पवित्र आत्मा का सामर्थ्य भी है। ആമീൻ. ആ കർത്താവിനെ പിന്നെ ഒരു സ്ഥലത്തും പിശാച് അലട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. और उस यीशु मसीह को और कहीं भी शैतान परेशान करता है ऐसा हम नहीं देखते। ആമീൻ. കർത്താവ് അനേക ഇടങ്ങളിലും സാത്താനെ ഫേസ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരിടത്തും കർത്താവിനെ അവൻ മരുഭൂമിയിൽ എന്നതുപോലെ അലട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. कई जगहों पर हम देखते हैं यीशु मसीह का शैतान के साथ सामना होता है, लेकिन जिस तरह से जंगल में यीशु मसीह को परखा, परेशान किया, वैसा कहीं भी वो परेशान करते हुए हम बात में नहीं देखते। പകരം അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, സമയത്തിന് മുമ്പേ നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നോ, ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ നമ്മളോട് കൽപ്പിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അതേ പിശാചുക്കൾ കർത്താവിന് മുമ്പാകെ അലറിക്കരയുന്നതാണ് നമ്മൾ കാണുന്നത്. लेकिन इसके एवज में शैतान परमेश्वर यीशु मसीह के सामने विनती करते हुए, गिड़गिड़ाते हुए हम देखते हैं कि हे परमेश्वर के पुत्र, समय के पहला तू हमें दंड देने के लिए क्यों आया? उस सुअर के झुंड में हमें भेज दो। ദൈവങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒറ്റ ഭൂതഗ്രസ്തന്റെ മേലും ഒറ്റ ഭൂതം പിടിച്ച വ്യക്തിയുടെ മേലും അവൻ കരം വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ല.
क्या आप लोगों ने ध्यान दिया, एक भी दुष्ट आत्मा से पीड़ित व्यक्ति के ऊपर या दुष्ट आत्मा के सताए जाने वाले व्यक्ति के ऊपर उसने हाथ रखकर प्रार्थना नहीं किया, പകരം അവിടുന്ന് വാക്കുകൾ കൊണ്ട് പിശാചിനെ പുറത്താക്കിയെന്നാണ്. उसके एवज में केवल अपने लफ्ज का इस्तेमाल करके शैतान को बाहर किया। എന്തുകൊണ്ട് കൈവച്ചില്ല? क्यों हाथ नहीं रखा? അവൻ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവനായി മാറി. क्योंकि वो दुष्ट आत्मा के ऊपर अधिकारी बना, ആ അധികാരത്തെയാണ് ശക്തി എന്ന് പറയുന്നത്. और उस अधिकार को हम बल कहते हैं। ശക്തി എന്നതിനെ അതോറിറ്റി എന്ന വാക്കാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. और बल जो है उसका मूल भाषा में अधिकार ऐसा इस्तेमाल किया है या अधिकारी ऐसा लिखा गया है। അപ്പൊ എന്നും പിശാച് നമ്മളെ അലട്ടുന്ന ഒരു അനുഭവമല്ല, നമ്മളെ കുറെ കാലത്തേക്ക് പിശാച് വിട്ടുമാറി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ തന്നെ ദൈവമക്കൾ ആത്മാവിന്റെ നിറവും ശക്തിയുമുള്ളവരായി മാറണം. और इसलिए हमेशा शैतान हमको परेशान करे ऐसा नहीं, शैतान कुछ समय के लिए हमसे दूर हो जाए, इस अनुभव आने के लिए पवित्र आत्मा का बल और सामर्थ्य के लिए प्रार्थना करना। അതിന് ആത്മാവിന്റെ നിറവും ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. और इसके लिए आत्मा की भरपूरी और आत्मा का बल पाएंगे तो ही मुमकिन है। അതിനുവേണ്ടി കർത്താവ് ചെയ്തതായ ആ രീതി തന്നെയാണ് നമുക്ക് അവലംബിക്കാനുള്ളത്. और उसके लिए यीशु मसीह ने जो तरीका अपनाया वही तरीका हमारे लिए भी अनिवार्य है। അവിടുന്ന് ആത്മാവിനാൽ നിറഞ്ഞു, അവിടുന്ന് ആത്മാവിനാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചു. आत्मा से वो भरा, वहां से उसने उपवास किया, प्रार्थना किया और आत्मा में बलवंत हुआ। ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ദൈവവചനം കൊണ്ട് നിറഞ്ഞാൽ മാത്രം പോരാ, നിശ്ചയമായി ദൈവവചനം കൊണ്ട് നിറഞ്ഞേ മതിയാകത്തുള്ളൂ. इन दिनों में मसीह लोग केवल वचन से भरना काफी नहीं है, वचन से तो निश्चय ही हमको भरना है। ആമേൻ. ദൈവവചനം കൊണ്ട് നിറയുമ്പോൾ തന്നെ മറുഭാഗത്തെ പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തി കൊണ്ട്, അധികാരം കൊണ്ട്, അതോറിറ്റി കൊണ്ട് നമ്മൾ നിറയേണ്ടവരാണ്. एक जगह में जब परमेश्वर का वचन से हम भरते हैं, दूसरी ओर पवित्र आत्मा की वो सामर्थ्य से, वो अधिकार और वो बल से हमको भरना है। അങ്ങനെ ഒരു ആത്മനിറവ്, ഒരു അഭിഷേകമായി നമ്മുടെ മേൽ ശക്തിയോടെ ഇറങ്ങി വന്നാൽ, ऐसा आत्मिक शक्ति पवित्र आत्मा एक अभिषेक के तौर पर हमारे ऊपर अगर उतर आया, ഈ പാപലോകത്തിലെ പാപത്തിൽ നമ്മൾ ഒരിക്കലും മുങ്ങി താഴുകയില്ലെന്ന് ഒരു വെല്ലുവിളിയോടെ ഞാൻ പറയട്ടെ. इस पाप की समंदर में कभी भी हम डूबेंगे नहीं, ऐसा चुनौती के साथ मैं कह सकता हूं। ആമേൻ. പകരം ഇന്ന് നമ്മളെ അലട്ടുന്ന സകല പാപങ്ങളുടെ മുകളിലും അതേ പാപങ്ങളെ കാൽ കീഴാക്കിക്കൊണ്ട് അന്ന് പത്രോസ് ഓളങ്ങളും തിരമാലകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ആ കടലിന്റെ മുകളിലൂടെ യേശു കർത്താവിന്റെ മുഖത്ത് നോക്കി യാത്ര ചെയ്തതുപോലെ, ആമേൻ, നമുക്ക് പാപങ്ങളുടെ മുകളിലൂടെ അതേ നമ്മുടെ പാദങ്ങൾ വെച്ച്, ആമേൻ, പാപങ്ങളെ നമ്മുടെ കാൽ കീഴിലാക്കിക്കൊണ്ട് കർത്താവിന്റെ മുഖത്ത് നോക്കി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയും. उसके एवज में तमाम पाप और पाप की शक्ति के अंदर हम ना डूबते हुए उसके ऊपर हम चल पाएंगे। जिस तरह से पतरस ने उस समय में आंधी तूफान जब उठा तब यीशु के मुंह की ओर देखकर जिस तरह से पानी के ऊपर चला, उसी तरह से हम भी तमाम पापों को हमारे पापों के तले रौंदते हुए यीशु के मुंह पे देखते हुए हम उसके ऊपर चल पाएंगे, विजय का जीवन को जी पाएंगे। പിന്നെ പാപം നമുക്കൊരു വിഷയമാകത്തില്ല. उसके बाद पाप हमारे लिए कोई भी कारण नहीं होगा। ഇന്ന് നമ്മളെ അലട്ടുന്ന പലതും അതിന്റെ ഒരു ചെറിയ ആഗ്രഹം പോലും നമ്മുടെ ജീവിതത്തിലാതെ പകരം നമുക്ക് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയോടെ അതിനെ വെറുക്കാൻ കഴിയും പരിശുദ്ധാത്മാവ്. और इस तरह से अगर हम जिए तो पाप के ऊपर जो है, जिस तरह से हमें उल्टी होता है कुछ देखने से, पाप इस तरह से हमारे लिए बन जाएगा और पाप एक गहरा विषय हमारे लिए नहीं बनेगा। മാത്രമല്ല കർത്താവ് നമ്മളെ ഏൽപ്പിച്ച സകല ശുശ്രൂഷകളും ജയകരമായി ഫലപ്രദമായ നിലയിൽ നമുക്ക് പൂർത്തീകരിക്കുവാനും കഴിയും. इतना ही नहीं, यीशु मसीह ने जो सेवकाई हमको सौंपा है वो तमाम सेवकाई को हम पूरा कर पाएंगे। इतना ही नहीं, हम फलस्वरूप उसको पूरा कर पाएंगे। ഇത് നമ്മുടെ കർത്താവിലൂടെ അവിടുത്തെ ആത്മാവിലൂടെ മാത്രം സാധ്യമാകുന്ന സംഗതിയാണ്. ये केवल हमारे यीशु मसीह और पवित्र आत्मा के द्वारा संभव है। ഇനി ഞാൻ അടുത്ത ഭാഗങ്ങളിലേക്ക് വന്നോട്ടെ. फिर मैं मेरे विषय की ओर लौट आता हूं। അങ്ങനെ ആത്മാവിന്റെ ശക്തമായ നിറവ്, അങ്ങനെ ഒരു അഭിഷേകം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ പാപം നമുക്കൊരു വിഷയമല്ല, ഈ ലോകവും നമുക്കൊരു വിഷയമല്ല. ऐसा पवित्र आत्मा का सामर्थ और अनुग्रह हमारे अंदर आ जाए तो उसके बाद पाप और संसार दोनों ही हमारे लिए एक विषय या बाधा नहीं है।
ചിത്രം എഴുതാൻ ഒരു ചുവര് വേണമെന്ന് പറയുന്നത് പോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ തയ്ക്കുവാനും ദൈവത്തിന്റെ ഹിതപ്രകാരം ഈ മണ്ണിലായിരിക്കുവാനും വേണ്ടി മാത്രം നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നവരാണ്. ഈ ലോകം നമുക്ക് ഏതുമല്ല പിന്നീട്. चित्र लिखने के लिए, चित्र बनाने के लिए जिस तरह से दीवार की जरूरत होता है, उस तरह से केवल परमेश्वर की सेवा करने के लिए और परमेश्वर की कार्यों को पूरा करने के लिए हमें यहाँ रखा गया है। इसलिए संसार हमारे लिए कोई मायना नहीं रखता। പിന്നെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം വല്ല വിധേനയും ഈ മരിച്ചവരുടെ നിന്ന് ഏറ്റവും നല്ലൊരു പുനരുത്ഥാനം പ്രാപിച്ച് നിത്യജീവന്റെ ശുഭതുറമുഖത്ത് എന്നെ സ്നേഹിച്ചുകൊണ്ട് ജീവനെ നൽകിയ യേശു കർത്താവിന്റെ അടുക്കൽ എനിക്ക് എത്തണമുള്ളെന്ന് മാത്രമായിരിക്കും. उसके बाद मेरी इच्छा सिर्फ इतना ही है, ये मृतक लोगों के बीच में से मुझे पुनरुत्थान होकर मेरे यीशु मसीह जहां पर है उस बंदरगाह में मुझे कैसे तो भी पहुंचना है। ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. परमेश्वर की स्तुति करें, हालेलुया। ആമേൻ. അതുകൊണ്ടാണ് ആ ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് ഒരു മർമ്മം വെളിപ്പെടുത്തി സംസാരിച്ചത്. इसलिए वो शमरी स्त्री को एक भेद खोलकर यीशु मसीह ने उससे बात किया। ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാൻ 4 का 13-14 में हम ये पढ़ सकते हैं। ആമേൻ. അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു, അതിന്റെ ചരിത്രങ്ങൾ പറയാൻ സമയമെടുക്കുന്നില്ല. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. यीशु ने उसको उत्तर दिया कि जो कोई यह जल पिएगा वह पर प्यासा होगा, परंतु जो कोई उस जल से पिएगा जो मैं उसे दूंगा वो फिर अनंत काल तक प्यासा न होगा। ഈ ലോകത്തിലെ എത്ര വസ്തുക്കൾ വാരിക്കൂട്ടിയാലും നമുക്ക് ലോകത്തെ അനുഭവിക്കാനുള്ള ആർത്തി തീരത്തില്ല. इस संसार में कितना भी धन हम क्यों ना बटोर ले, लेकिन फिर भी हम संतृप्त नहीं होंगे। ആമേൻ. നാം വിചാരിക്കുന്നുണ്ടോ കുറെ കൂടെ പണം എനിക്ക് ലഭിച്ചാൽ പണത്തോടുള്ള ആഗ്രഹം തീരുമെന്ന്? क्या हम सोचते हैं और थोड़ा धन अगर मैं बटोर लूं तो धन के प्रति जो मेरी इच्छा है वो खत्म हो जाएगा? ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ എത്ര കിട്ടിയാലും സ്ഥാനമാനങ്ങളുള്ള കൊതി നമ്മുടെ തീരത്തില്ല. ये संसार में कितना भी मान सम्मान और कितनी भी बड़ी औदा हमें क्यों ना मिले, क्या हमें लगता है उसके प्रति हमारी चाहत कम होगा? എന്നാൽ ഒരു പക്ഷേ ഈ ലോകത്തിലെ ഒരു വസ്തുക്കൾ നമുക്ക് ലഭിച്ചില്ലെങ്കിലും ഒരു പണവും നമ്മുടെ കയ്യിലില്ലെങ്കിലും ഒരു കസേര പോയിട്ട് ഒരു കൊരണ്ടി പോലും നമുക്ക് ആരും നമുക്ക് ഇട്ടു തന്നില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവജല നദിയിൽ കുടിക്കുന്നവന് ഈ ലോകത്തെ അനുഭവിക്കാനുള്ള ആഗ്രഹം അങ്ങനെ തന്നെ ഇല്ലാതാകും. लेकिन हमारे पास अगर धन भी क्यों ना हो या हमारे पास एक कुर्सी भी क्यों ना हो, हमारे पास एक बात भी क्यों ना हो, लेकिन अगर परमेश्वर की आत्मा जिसमें है उसमें ये संसार की कोई भी बात उसको बिल्कुल प्यासा नहीं करेगा। അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ അല്ലയോ സ്ത്രീയെ, നീ കുടിക്കുന്ന ഈ യാക്കോബിന്റെ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ പിന്നെയും നിനക്ക് ദാഹിക്കും, എന്നാൽ എന്റെ കയ്യിൽ ഒരു വെള്ളമുണ്ട്, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. इसीलिए यीशु मसीह ने उस स्त्री से कहा, है स्त्री, ये याकूब के कुएं से जो तू पानी पीती है ये पीने से तो फिर प्यासी होगी, लेकिन जो वो पानी पीता है जो मैं तुझे दूंगा तो तू अनंत काल तक प्यासा नहीं होगा। അവിടെ കർത്താവ് അതേ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആ യാക്കോബിന്റെ കിണറ്റിലെ വെള്ളം ഈ ലോകത്തെ അനുഭവിക്കുന്നതിനോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. और यहाँ पर उस याकूब का कुएं का जो पानी है वो संसार की बातों को अनुभव करने को दर्शाता है। എന്നാൽ അടുത്തത് കർത്താവ് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനും ഒരു നാളും ദാഹിക്കുകയില്ല. लेकिन अगला यीशु मसीह कहता है जो मैं जो देता हूँ वो पानी पिए वो कभी प्यासा नहीं होगा। ഏത് ദാഹമാണ് നമ്മുടെ ഇല്ലാതാകുന്നത്? कौन सा प्यास हमारा खत्म होता है? ലോകത്തെ അനുഭവിക്കാനുള്ള ദാഹമാണോ ആത്മീയ ദാഹമാണോ നമുക്ക് ഇല്ലാതാകുന്നത്? संसार को अनुभव करने का प्यास या आत्मिक जीवन का प्यास? ചില പ്രിയപ്പെട്ടവർക്ക് ഏത് ദാഹമാണ് തീരുമെന്ന് പോലും ഇതുവരെയും തിരിച്ചറിയാൻ മനസ്സിലായിട്ടില്ല. कुछ लोग तो कौन सा प्यास खत्म हो गया इसके बारे में समझ भी नहीं रखते। പലരും ഇങ്ങനെ കാര്യം ചിന്തിക്കുന്നേ ഇല്ലല്ലോ. बहुत से लोग तो इस बारे में सोचते भी नहीं है। രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി കർത്താവ് വന്നാൽ അങ്ങ് പോകുമെന്നുള്ള കൺസെപ്റ്റിലാണ് ഒരു ഭാഗം ആളുകൾ ജീവിക്കുന്നത്. उद्धार पा लिया, बपतिस्मा पा लिया, अब मसीह आएंगे तो किसी तरह से जाएंगे, इसी सोच में जीने वाले लोग हैं। അങ്ങനെയുള്ളവരെ ആ വഞ്ചനയുടെ ആത്മാവിന്റെ സ്വാധീനത്തിൽ നിന്ന് കർത്താവ് പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. और ऐसे लोग जो है उस धोखे की आत्मा से बाहर परमेश्वर निकाले, ऐसा हम प्रार्थना करें। ഏത് ദാഹമാണ് തീരുന്നത്? कौन सा प्यास समाप्त होता है?
ആത്മീയദാഹം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ വായിക്കേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ആരാധിക്കേണ്ട കാര്യമില്ല, കൂട്ടായ്മയ്ക്ക് പോകേണ്ട കാര്യമില്ല, സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആത്മീയദാഹം തീർന്നല്ലോ. आत्मिक प्यास अगर खत्म हो जाता है तो प्रार्थना करने की जरूरत नहीं, वचन पढ़ने की जरूरत नहीं, संगति जाने की जरूरत नहीं, जूम मीटिंग जाने की जरूरत नहीं, क्योंकि आत्मिक प्यास खत्म हो चुका है। എന്നാൽ ഇവിടെ തീരുന്ന ദാഹം മറ്റൊന്നുമല്ല, ഈ ലോകത്തെ അനുഭവിക്കാനുള്ള ദാഹമാണ് ഈ ദൈവാത്മാവാകുന്ന ജീവജല നദി കുടിക്കുമ്പോൾ നമുക്ക് ഇല്ലാതാകുന്നത്. लेकिन यहाँ पर जब आत्मिक उस जीवन की नदी से, उस स्रोत से हम पीते हैं तो संसार को अनुभव करने का प्यास हमारा मिट जाता है। ആ ദാഹം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവജനം ധ്യാനിക്കുവാൻ കൂടുതൽ ദാഹം ഉണ്ടാകും. और वो प्यास एक बार खत्म हो जाए तो परमेश्वर की वचन पढ़ने का ज्यादा प्यास होगा, പ്രാർത്ഥിക്കാൻ കൂടുതൽ ദാഹം ഉണ്ടാകും, प्रार्थना करने के लिए ज्यादा प्यास होगा, കൂട്ടായ്മകൾ കടന്നു പോകാൻ ദാഹം ഉണ്ടാകും, संगतियों में आने के लिए और प्यास बढ़ेगा, നമ്മളെ സ്നേഹിക്കുന്ന വിശ്വസ്തരായ കർത്തൃദാസന്മാരുമായിട്ട് സമയം ചെലവഴിക്കുവാൻ ദാഹം ഉണ്ടാകും. हम प्रेम करने वाले प्रभु के दासों के साथ, भक्त लोगों के साथ समय बिताने का प्यास और बढ़ेगा। അതെ മാറ്റുവാൻ തക്കവണ്ണം ദാഹം വർദ്ധിക്കും. हृदय के अंदर की चिंताओं को बदलने के लिए वो प्यास बढ़ेगा। കൂട്ടായ്മകളില്ലാത്ത സമയങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെ പിടയ്ക്കുന്ന അനുഭവം ഉണ്ടാകും. संगति नहीं है, ऐसा जब होगा जिस तरह से मच्छी को पानी से निकलता है तो जब मछली तड़पती है वैसा तड़प हमारे अंदर होगा। ഈ കാലം ഇങ്ങനെ കൂടുതൽ മുന്നോട്ട് പോയാൽ ആത്മീയദാഹം വർദ്ധിച്ചവരും ലോകത്തെ ദാഹം ഇല്ലാതായവരുമായ ആളുകൾക്ക് കർത്താവേ വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ദാഹം വർദ്ധിക്കും. और ऐसा अगर और कुछ समय जाए तो जिस लोगों में संसार का प्यास बुझ चुका है, आत्मिक प्यास बढ़ा है, वो लोग ऐसा प्रार्थना करेंगे, हे मेरे परमेश्वर तू जल्दी आना। കർത്താവ് വല്ലവിധേന വന്നാ മതിയായിരുന്നു, വല്ലവിധേന ഈ ലോകത്തിൽ നിന്ന് പോയാൽ മതിയായിരുന്നു, എന്റെ കർത്താവിനോട് എനിക്ക് എപ്പോൾ ചേരാനിടയാകും എന്നുള്ള ദാഹം വർദ്ധിക്കാനിടയാകും. कैसे तो भी मेरा मसीह आना है, मुझे संसार में नहीं रहना, मेरे परमेश्वर के साथ मुझे जुड़ जाना है, ये प्यास बढ़ता रहेगा। പകരം ആ നിലയിൽ ഈ ജീവൻ അതിന് കുടിച്ച് ദാഹം വർദ്ധിക്കാത്തവർക്ക് കർത്താവിന് വരവെന്ന് പറയുമ്പോൾ അവർക്ക് ഭയവും ഉത്കണ്ഠയും വർദ്ധിക്കുന്ന അവസ്ഥയാകും. इस तरह से जीवन की नदी में से जो नहीं पीते उन लोगों के लिए परमेश्वर का आगमन एक डर होगा, एक चिंता का विषय होगा। കർത്താവിന് മുമ്പാകെ നിൽക്കുവാൻ അവർക്ക് ഭയം ഉണ്ടാകും. यीशु मसीह के सामने खड़े होने के लिए उनमें डर होगा। സ്വർഗീയ ന്യായവിസ്താര കോടതിയുടെ മുമ്പാകെ നിൽക്കുന്നത് എങ്ങനെയെന്ന് ഓർത്ത് അവർ ഭയവരശരാകും. स्वर्गीय न्यायालय के सामने किस तरह से खड़े होंगे ये सोचकर वो थर-थर कांपेंगे। എന്നാൽ ദൈവത്തിന്റെ ആത്മാവാകുന്ന ജീവജലത്തിൽ കുടിച്ചതായ ദൈവമക്കൾക്ക് സ്വതന്ത്രം ആ ഭയമെല്ലാം നീങ്ങിപ്പോവുകയാണ്. लेकिन परमेश्वर के आत्मा को उस जीवित श्रोता से पिए हुए जो लोग हैं उन लोगों में से ये तमाम डर हट जाता है। പകരം അവർ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാൻ കൂടുതൽ ആഹ്ലാദഭരിതരായി തീരും. उसके एवज में परमेश्वर की उपस्थिति में पहुंचने के लिए वो और भी उत्सुक और आनंदित रहेंगे। കർത്താവ് താമസിക്കുന്നവരുടെ ഹൃദയത്തിനകത്തൊരു ഗ്രോണിംഗ് ആയിരിക്കും, ഒരു ഞരക്കമായിരിക്കും. परमेश्वर का आगमन जितना देर होता है उतना उनके हृदय के अंदर एक व्याकुलता होगा, एक तकृत होगा। അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്തെ കാംക്ഷിച്ചുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. इसलिए रोमर की पत्री में कहता है जिन्होंने पुत्रत्व को पाया है वो लोग जो है इसके लिए हमारी आत्मा हमारे अंदर व्याकुल हो उठता है। ഈ ആശയമാണ് വെച്ചുകൊണ്ടാണ് കർത്താവ് സ്ത്രീയോട് പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നെ ഒരു നാളും ഈ ലോകത്തിലെ വെള്ളം കുടിക്കാനുള്ള ദാഹം ഉണ്ടാകത്തില്ല, പകരം അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി മാറുമെന്ന്. इस विचार को मद्देनजर रखते हुए यीशु मसीह ने उस स्त्री से कहा जो इस संसार का पानी पीता है वो फिर से प्यासा होगा, लेकिन जो वो पानी मैं देता हूं उसमें से पीता है वो पानी में जो है वो प्यासा नहीं होगा, क्योंकि वो अनंत काल के लिए जी उठने वाला उस जीवन नदी का स्रोत से है। എന്നെ കേൾക്കുന്ന മാന്യ പ്രിയമുള്ളവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഗ്രോണിങ് നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ ആ നിത്യജീവനിലേക്ക് ഉയർന്നു പോകാനുള്ള ആഗ്രഹം നമ്മൾ വർദ്ധിക്കുന്നില്ല എങ്കിൽ നാം അധികം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ചില കാര്യങ്ങളെ പൂർണ്ണ ജയം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. मुझे सुनने वाले मान्यवर सदस्य, अगर इस तरह से एक करहाना, एक व्याकुलता हमारे मन में नहीं है तो हमें उस परमेश्वर के पास जाने के लिए उसके लिए हमें और भी तैयारी करना है।
ഇതേ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു പഴയ നിയമ ദൃഷ്ടാന്തം ബൈബിളിലുണ്ട്. इसके लिए एक एक पुराना दृष्टांत बाइबल में है। ആമേൻ. ദൈവത്തിന്റെ ജീവജല പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദിയിൽ നിന്ന് ആമേൻ വളരെ ശക്തമായി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകവുമായിട്ട് നമുക്ക് പിന്നെ ഒരു ബന്ധവുമില്ല. ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും ഈ ലോകത്തിൽ നമ്മൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞ് നാം ഈ ലോകത്തിന് തികഞ്ഞ വേർപാട് പാലിച്ചു കഴിയുന്നവരായിരിക്കുമെന്ന്. और अगर इस जीवन की स्रोता इस नदी से हम पीते हैं, पवित्र आत्मा से हम पीते हैं, तो उसके बाद संसार के प्रति हमारी कोई भी इच्छा नहीं रह जाएगा। और संसार में हम रहते हो तो भी इसमें जो है एक परदेशी की तरह, एक सफर करने वाले व्यक्ति की तरह हम आराम से अपने जीवन को बिताएंगे। പിന്നെ കൺമോഹമില്ല, പിന്നെ ജഡമോഹമില്ല, ജീവനത്തിന്റെ അഹന്തയില്ല, പിന്നെ ദ്രവ്യാഗ്രഹമില്ല, പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളില്ല, പിന്നെ ഈ ലോകത്തിൽ ദൈവം വെറുക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയമല്ല. उसके बाद आंखों की अभिलाषा नहीं, शरीर की अभिलाषा नहीं, जीविका का घमंड नहीं, संसार के प्रति कोई भी बात नहीं, किसी भी प्रकार की संसार के साथ जुड़ा हुआ कोई भी विषय हमारे जीवन में नहीं। പിന്നെ കർത്താവിൽ നമ്മൾ ഇവയിൽ നിന്നെല്ലാം വളരെ ഫ്രീ ആയിരിക്കുകയാണ്, സ്വതന്ത്രരായിരിക്കുക. उसके बाद यीशु मसीह में हम लोग सब बहुत ही स्वतंत्र है। നമ്മളെ സഹായിക്കുന്ന ഏക ഘടകം മറക്കരുത്, നാം പ്രാപിക്കുന്ന പരിശുദ്ധാത്മ നിറവാണ്. और इसके लिए हमें मदद करने वाला एक मुद्दा हमारा यीशु मसीह का पवित्र आत्मा है। പ്രാർത്ഥനയ്ക്കോ പാട്ടിനോ ശേഷം ഏറ്റവും ഒടുവിലായിട്ട് നാം പറയുന്ന ചില ആത്മാവിൽ പറയുന്ന ചില അന്യഭാഷാ ഭാഷണങ്ങളിൽ മാത്രം അത് ഒതുങ്ങുന്നതല്ല, അതങ്ങനെ തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിലേറെ ഈ പരിശുദ്ധ ആത്മാവിനെ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയങ്ങളിൽ നമ്മൾ ജയം പ്രാപിച്ച് ഈ ഉന്നതമായ ദാഹമുള്ളവരായി നമ്മൾ മാറുകയാണ്. वो इस प्रार्थना के बाद या फिर हम जो अन्य भाषा में कहकर कुछ बातों में संतृप्त हो जाते हैं, उसी में सीमित रहने के लिए नहीं, लेकिन उससे बढ़कर आत्मिक जीवन में उन्नति पाते हुए हमें उसी इस स्तर में जो है आत्मिक जो प्यास है उसको बढ़ाते हुए हमको जीना है। ആ ആഴമായ ആത്മനിറവിന്റെ തലത്തെ മനസ്സിലാക്കുന്ന ഒരു ദൃഷ്ടാന്തം എഹെസ്കേൽ പ്രവാചന പുസ്തകം 47 അധ്യായത്തിലുണ്ട്. एजेकियल 43 में इसके बारे में एक दृष्टांत दिया गया है। ദൈവമക്കൾക്ക് ഏവർക്കും പരിചയമുള്ള ഒരു ചാപ്റ്ററാണ് 47 അധ്യായം ഞാൻ കരുതുകയാണ്. मसीह लोगों को बहुत ही प्रसिद्ध और ऐसा सुपरिचित एक वचन है, उसका 43वां अध्याय, ऐसा मैं विश्वास करता हूँ। എന്നാൽ ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആ ചാപ്റ്റർ ഒരു പ്രാവശ്യം നമ്മൾ ധ്യാനിക്കണം. लेकिन इस जो बातें हमने सुना उसको मद्देनजर रखते हुए उसका एक भाग को हमें मनन करना है। എത്ര പ്രാവശ്യം ധ്യാനിക്കാൻ കഴിയുമോ പിന്നെയും ധ്യാനിക്കണം. ആമേ കുറഞ്ഞ പക്ഷം ഇന്ന് രാത്രിയോ ഏതെങ്കിലും സമയത്ത് ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ധ്യാനിക്കണം. जितने बार मनन कर सके उतने बार उसको मनन करे। कम से कम आज के संगति के बाद या आज एक बार उसको मनन कर लेना। ഇത് നാം പ്രാപിക്കുന്ന പരിശുദ്ധാത്മ നിറവ് നമ്മളിൽ വരുത്തുന്ന വ്യത്യാസങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഞെടൽ ഭാഷയാണ്, ഒരു ദൃഷ്ടാന്തമാണ്. हमारे जीवन में पवित्र आत्मा पाने के बाद जो बदलावट आता है उसका एक नमूना है, उसका प्रतीक है। അതിന്റെ പ്രവചനപരമായ ചരിത്രഭാഗങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. उसकी भविष्यवाणी और उसके इतिहास की ओर मैं अभी नहीं जाना चाहता। അതിന്റെ ആത്മീയ അർത്ഥത്തിന്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞ് മാറാൻ ആഗ്രഹിക്കുന്നുള്ളൂ. उसकी आत्मिक मतलब को बताकर केवल उसका एक भाग से निकलना चाहूंगा। അവിടെ 47 അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ओ एजेकियल नबी का किताब 43वां अध्याय उसके 5वें आयत में हम ऐसा देखते हैं। ഇനി മുമ്പുള്ള ഭാഗം കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകനെ ദൈവം ഒരു പ്രത്യേകമായ നദിയിലേക്ക് ഇറക്കിക്കൊണ്ടു പോകുന്നതായിട്ട് കാണുകയാണ്. उसका पहले के भाग में हम देखते हैं नबी को परमेश्वर जो है एक नदी की ओर अगुवाई कराता है। 1000 മുഴം അളന്ന് താനെ അല്പം ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അത് നരിയാണിയോളം വെള്ളത്തിൽ തന്നിങ്ങനോട് പറയുന്നു. वहां पर थोड़ा आगे जाने के बाद हम देखते हैं वो उसके पांव तक पानी आया। പിന്നീട് 1000 മുഴം വീണ്ടും അളന്നിട്ട് താൻ പിന്നെയും ആഴത്തോട് ഇറങ്ങിയപ്പോൾ മുട്ടോളം വെള്ളത്തിലായെന്ന് അവിടെ കാണുന്നു. उसके बाद और 1000 हाथ माप कर आगे बढ़ा तो उसके घुटनों तक पानी आया। അവിടെയും ദൈവം തന്നെ നിർത്താതെ വീണ്ടും 1000 മുഴം അളന്ന് അടുത്ത ആഴത്തിലേക്ക് ഇറങ്ങാനായിട്ട് പറഞ്ഞു. वहां पर भी परमेश्वर ने उसको रोका नहीं, उसे और आगे जाने की अगुवाई किया और 1000 हाथ माप लिया तो उसका कमर तक पानी आ गया। വെള്ളം അരയോളമായി നമ്മൾ വായിക്കുന്നു. वहां पर कमर तक पानी आ गया ऐसा हम देखते हैं। അരയോളമായി കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാനും ദൈവം പറഞ്ഞില്ല, വീണ്ടും 1000 മുഴം അളക്കാനായിട്ട് പറയുന്നു. और जब कमर तक पानी पहुंचा वहां पर भी परमेश्वर ने उसको खड़ा होने को नहीं बोला, आगे और 1000 हाथ आगे बढ़ने को कहा।
ചുരുക്കി പറയട്ടെ, ഇങ്ങനെ 1000 മുഴം അളന്നളന്ന് തന്നെ മുന്നോട്ട് നടത്തി ഏറ്റവും 1000 മുഴം അളന്നു കഴിഞ്ഞപ്പോൾ തന്റെ മൂക്കിന് മുകളിൽ വെള്ളം വന്നു, നിലയില്ലാത്ത ഒരു കയത്തിനകത്ത് തന്നെ ആയിത്തീരുകയാണ്. और इस तरह से हजार हाथ ऐसा जब आगे बढ़ा, वो आखिर में ऐसी अवस्था में पहुंचा जहां पर उसकी नाक के ऊपर पानी आता है और उसका पाँव नीचे नहीं छूता। പിന്നെ നടന്ന് അക്കരെ കയറുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ആഴമേറിയ പ്രവാഹത്തിനകത്ത് തന്നെ ആകുന്നതായിട്ട് കാണുകയാണ്. और उसके आगे चलकर वो पार नहीं कर सकता, इस तरह से एक पानी के बहाव में वो पहुंचता है, हम वो देखते हैं। അതിലവിടെ കൊടുത്തിരിക്കുന്ന ഭാഷ ഇങ്ങനെയാണ്: നീന്തിയിട്ടല്ലാതെ കടക്കാൻ വഴിയാത്ത ഒരു പ്രവാഹത്തിനകത്ത് താൻ എത്തിപ്പെട്ടു എന്ന് വായിക്കുന്നു. और उसके आगे ऐसा लिखा है कि जिसकी गई उसके पार तैरने के लिए जैसा है उसकी अवस्था में उसको पहुंचाया। അവിടം വരെയാണ് താൻ ഇറങ്ങാനായിട്ട് ദൈവം തന്നെ അനുവദിച്ചത്. और वहां तक उतरने के लिए पवित्र आत्मा ने उसको अगुवाई किया। അതിനു മുമ്പ് തന്റെ ഇറക്കം ദൈവം നിർത്തിയില്ല. और उसके पहला उसका उतारना वहां पर परमेश्वर ने नहीं रोका। ഈ വെള്ളം നാം പ്രാപിക്കുന്ന പരിശുദ്ധാത്മ നിറവിന്റെ വിവിധ അളവാണ്. और ये पानी जो है पवित्र आत्मा जो हम पाते हैं उसकी अलग अलग मात्रा है। ആമേൻ. നരിയാണിയോളം വെള്ളത്തിൽ നിൽക്കുന്നതും മുട്ടോളം വെള്ളത്തിൽ നിൽക്കുന്നതും അരയോളം വെള്ളത്തിൽ നിൽക്കുന്നതും എല്ലാം നാം ദൈവാത്മാവിലാണ്. टखनों तक जो हम पानी में है, घुटनों तक जो हम पानी में है, कमर तक जो पानी में है, ये सब परमेश्वर की आत्मा में है। ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് അക്കരെ എത്തണമെന്ന് വരികില് നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത ഒരു ആത്മപ്രവാഹത്തിനകത്ത് നമ്മൾ എത്തത്തുള്ളൂ. लेकिन अगर हमें उस पार पहुंचना है तो तैरने से हम पार नहीं कर पाए, ऐसी गहराई में हमको पहुंचना है। ഇത് ദൈവാത്മാവിൽ നീന്തി അക്കരെ കടക്കുന്ന ഒരു കാര്യമാണ്. और ये परमेश्वर की आत्मा में तैरकर उस पार जाने का विषय है। ഇത് ദൈവാത്മാവിനാൽ നിറഞ്ഞ നമ്മുടെ ശരീരത്തിൽ നിയന്ത്രണം വിട്ടു പോകുമ്പോൾ നമ്മൾ തറയിൽ വീണ് ഉരുളുന്നതിനെ കുറിച്ചല്ല അത് പറയുന്നത്. और ऐसा आत्मा में भरकर नीचे लेटने के बारे में नहीं लिखा है। പകരം ആ നീന്തുന്ന അനുഭവത്തിൽ ഒരു വ്യക്തിയുടെ ബോഡി എങ്ങനെ ആയിരിക്കുന്നുവെന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഭാവന ചെയ്യുക. लेकिन एक तैरने वाला व्यक्ति उसका शरीर कैसा होगा, उसकी घटना कैसी होगी, ये आप लोग संकल्प कीजिए। ഒരുവൻ വെള്ളത്തിൽ നീന്തുമ്പോൾ ന്യായമായി അവൻ നീന്തുമ്പോൾ അവന്റെ തല മാത്രം വെള്ളത്തിന് മുകളിൽ ഉയർന്നിരിക്കും. एक व्यक्ति जब पानी में तैरता है, सही मायने में जब वो तैरता है तो केवल उसका सर पानी के ऊपर होता है। ബാക്കി ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും വെള്ളത്തിൽ മറഞ്ഞിരിക്കും. और बाकी शरीर का अधिकांश भाग जो है पानी में छिपा होता है। മാത്രമല്ല ചേറും ചെളിയും നിറഞ്ഞിരിക്കുന്ന ആ നദിയുടെ അടിത്തട്ടിലെ മണ്ണിൽ നിന്ന് തന്റെ കാലിന്റെ പറ്റുമാനം പൂർണ്ണമായി വിട്ടുമാറിയിരിക്കും. और इतना ही नहीं, उस नदी के थल में जो गंदगी है, जो कीचड़ है, उससे उसका पांव हमेशा स्वतंत्र होगा। ഈ മണ്ണുമായിട്ട് അവന്റെ ശരീരത്തിന്റെ മൊത്തം ബന്ധം വിട്ടിരിക്കും. इस मिट्टी के साथ उसके शरीर का पूरा जो है और कोई भी भाग उसको छूता नहीं, उससे वो अलग हो जाता है। ഇതാണ് പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞത്, അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. और इसी से प्रेरित पौलुस कहता है, उससे मैं संसार के लिए और संसार मेरे लिए क्रूस पर चढ़ाया गया हूं। അതെ, പൗലോസ് ലോകത്തെ നോക്കുമ്പോൾ തന്റെ മുമ്പിൽ ലോകം ഒരു ചത്തുപോയ സംഗതിയാണ്, ഒരു മരിച്ചുപോയ സംഗതിയാണ്, ഒരു ഡെഡ് ബോഡി കണക്കെയാണ് ലോകം തന്റെ മുമ്പില്. प्रेरित पौलुस जब संसार को देखता है तो संसार उसके लिए मरा हुआ है, एक लोथ के समान है, स्वलीब पर चढ़ाया गया एक चीज के समान है। അതെ, ലോകം പൗലോസിനെ നോക്കുമ്പോൾ പൗലോസും ഈ ലോകവുമായിട്ട് ലോകത്തിന് ഹിതപ്രകാരം പ്രതികരിക്കാൻ കഴിയാത്ത ലോകത്തിന് മരിച്ച ഒരു ഡെഡ് ബോഡിയാണ്. और संसार जब ऐसा ही पौलुस को देखता है, संसार के अनुसार प्रतिक्रिया ना करने वाला एक व्यक्ति, वो पौलुस जो है संसार के लिए भी मरा हुआ जैसा है। ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മരണം പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. और ये आपस में एक दूसरे के प्रति मृत्यु की घोषणा किया हुआ अवस्था है। ലോകത്തെ നോക്കി പൗലോസ് പറയും ചത്ത ലോകം, ജീവനില്ലാത്ത ലോകം. संसार को देखकर पौलुस कहेगा मरा हुआ एक लाश ऐसा संसार। दुर्गंधം വമിക്കുന്ന ഒരു ലോകം. ये वहां से जो है दुर्गंध आने वाला एक ऐसा जगह। ലോകം പൗലോസിനെ നോക്കുമ്പോൾ ഒരു ചത്ത മനുഷ്യൻ, നമുക്ക് ഒരു തരത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ചത്ത മനുഷ്യൻ. और जब संसार जब पौलुस को देखता है तो संसार कहेगा हमारे लिए इसका कोई उपयोग नहीं, एक मरा हुआ व्यक्ति।
ഇതാ ഈ ചേറും ചെളിയും നിറഞ്ഞിരിക്കുന്നതായ ഈ നദിയുടെ അടിത്തട്ടിൽ നിന്ന് തന്റെ നീന്തുന്ന വ്യക്തിയുടെ ശരീരത്തിന്റെ പറ്റുമാനം മുഴുവനുമായിട്ടും ആ ബന്ധം വിട്ടു. ഇപ്പോൾ തല മാത്രം ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്നു, ബാക്കി മുഴുവൻ വെള്ളത്തിൽ മറഞ്ഞിരിക്കുന്നു. तैरने वाले व्यक्ति की तरह वो नदी के थल में से उसकी गंदगी से वो सफा पूरा शरीर वहां से अलग होकर और केवल उसका सर पानी के ऊपर है और उसका तमाम शरीर जो है पानी में ढका होने का एक अवस्था। പൗലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു, ആകയാൽ നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. कोलोस्सियों की पत्री 3:1 में हम पढ़ते हैं, अब तुम मर चुके हैं, अब तुम्हारा जीवन मसीह के साथ स्वर्ग में जो है वो छिपाया गया है। ആമേൻ. ഇനി ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. अब जीवित परमेश्वर जब प्रकट होगा तुम उसके साथ उस महिमा के साथ प्रकट होंगे। ആ സമയം വരെ നിങ്ങൾ ക്രിസ്തുവിൽ അവിടുത്തെ ആത്മാവിൽ മറഞ്ഞിരിക്കുകയാണ്. उस समय तक तुम आत्मा में यीशु मसीह में छिपे हुए हो। നമ്മെ ഒരു സ്ഥാനത്ത് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. हमें किसी भी जगह पर हम हमारा अपने आप को प्रदर्शन नहीं करते। അവൻ നാം ദൈവത്തിൽ മറഞ്ഞിരുന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താൽ ദൈവത്തിന്റെ കൃപയാൽ കൃപ നമ്മളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുന്നു. നമ്മളല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ദൈവകൃപയിൽ മറയുന്നു. हम परमेश्वर में छिपे हुए होते हैं, परमेश्वर की अनुग्रह से कुछ कार्यों को हम करते हैं, ये हम नहीं बल्कि अनुग्रह हमसे ये कराता है, ऐसा कहते हुए हम फिर से मसीह में छिपे रहते हैं। അതാണ് പൗലോസ് പറഞ്ഞത്, അവരെല്ലാവരെക്കാളും ഏറ്റവും അധികം ഞാൻ അധ്വാനിച്ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ കൃപയത്രേ. उसके बाद इसीलिए प्रेरित पौलुस ने कहा, मैंने उन तमाम लोगों से ज्यादा परिश्रम किया, लेकिन तुरंत बात कहता है, लेकिन मैं नहीं, मेरे साथ जो पवित्र आत्मा अनुग्रह है, अनुग्रह ने वो कराया। അപ്പോൾ നമുക്ക് പൗലോസിനോട് ചോദിക്കാം, അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നിങ്ങൾ ആരാണ്? तो फिर हम पौलुस से सवाल कर सकते हैं, ऐसा है तो प्रेरित पौलुस तुम कौन हो? ആമേൻ. പൗലോസ് പറയും, എല്ലാ അപ്പോസ്തലന്മാരുടെയും ആമേൻ ഒടുവിൽ ഏറ്റവും ചെറിയവൻ ഒരുവനുണ്ടെങ്കിൽ ആ ചെറിയവന്റെ താഴെ ഒരു ചെറിയവനുണ്ടെങ്കിൽ അതാണ് ഞാൻ. प्रेरित पौलुस कहेगा, सब प्रेरितों में एक छोटा व्यक्ति है, उस छोटे व्यक्ति की नीचे अगर कोई छोटा है तो वो व्यक्ति मैं हूँ। പറയാൻ എളുപ്പമുണ്ട്, ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ ഏറിയ ആത്മനിറവും ഏറിയ ദൈവകൃപയും നമുക്ക് ആവശ്യമാണ്. कहना आसान है, लेकिन इसको व्यवहारिक जीवन में प्रायोगिक बनाने के लिए हमें बहुत आयत की परमेश्वर का अनुग्रह और पवित्र आत्मा का सामर्थ्य चाहिए। ഇതാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. और इसे यीशु मसीह का ज्ञान कहते हैं। അതാണ് റോമാലേഖനം 3-ാമത്തെ പൗലോസ് തന്നെ സാക്ഷ്യം പറയുന്നത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ എനിക്ക് ലാഭമായതെല്ലാം ഞാൻ ഛേദമെണ്ണി. और इसी को फिलिपियों की पत्री 3 में प्रेरित पौलुस कहता है, यीशु मसीह के उस ज्ञान के कारण मुझे जो भी लाभ था उसे मैंने कूड़ा कचरा जाना। അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവനെന്ന് പറയുന്നത്. दूसरा पत्रस में पत्रस कहता है कि यीशु मसीह के ज्ञान के कारण संसार की गंदगी को छोड़ भागा। ആമേൻ. ലോകത്തെ ഒരു മലിനപ്പെട്ട മാലിന്യത്തിന്റെ ഒരു കൂമ്പാരം പോലെ കാണുവാൻ നമ്മളെ സഹായിക്കുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ്. संसार को एक गंदगी की तरह, एक कूड़े का ढेर की तरह जो देखने के लिए हमारी सहायता करता है वो यीशु मसीह का प्रेम है। എന്നാൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്താണ്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു ലോകത്തെ ഏത് നിലയിൽ കണ്ടോ ആ നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ഒരു ഭാഗം. यीशु मसीह का विचार या यीशु मसीह का ज्ञान क्या है? यीशु मसीह ने जिस तरह से संसार को देखा उस तरह से संसार को देखना ये उसका एक भाग है। ആ പരിജ്ഞാനം തന്റെ ഉള്ളിൽ വന്നപ്പോൾ ലെസ് ദാൻ ദ ലീസ്റ്റ് ഓഫ് ഓൾ സെയിന്റ്സ് എന്ന് പറയാനിടയായി തീർന്നു. और वो ज्ञान जब उसके अंदर आया तो कहा, मैं तमाम प्रेरितों से सबसे छोटा व्यक्ति हूँ। ആമേൻ. ഇത് തന്നെ വ്യാപരിച്ച കൃപയാണ് തന്നെ ആ തലത്തിലേക്ക് കൊണ്ടുപോയത്. और ये वो अनुग्रह है जैसे उस ओर ले गया। ഇനി തന്നെ ആരും കാണുന്നില്ല, ആമേൻ, തന്റെ മേൽ പകർന്ന ദൈവകൃപയുടെ കർത്താവായിരിക്കുന്ന യേശുവിനെ മാത്രമാണ് എല്ലാവരും കാണുന്നത്. अब उसे कोई नहीं देखता, लेकिन उसके ऊपर जो अनुग्रह किया हुआ यीशु मसीह को सब लोग देखते हैं। ആമേൻ. ആകയാൽ ആ നീന്തുന്ന വ്യക്തിയുടെ തല മാത്രം ഉയരത്തിൽ കാണുന്നെങ്കിൽ നമ്മുടെ തല യേശു ക്രിസ്തുവാണ്. इसके लिए अगर तैरने वाला व्यक्ति का केवल सर अगर ऊपर दिखता है, हमारा सर यीशु मसीह है।
ആമേ ഈ ലൗകികമായ ലോകത്തെ സകല മാലിന്യങ്ങളുമായിട്ടുള്ള ലോകത്തിന്റെ സകല ബന്ധങ്ങളും വിട്ട് ആത്മാവിൽ മറഞ്ഞ് യേശു ക്രിസ്തുവാകുന്ന തലയെ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു അനുഭവമാകുന്ന ജീവിതം നമ്മൾ വെളിപ്പെടണമെങ്കിൽ അപാരമായ ദൈവത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. इस तरह से अगर संसार की गंदगी को छोड़कर अगर परमेश्वर में छिपते हुए यीशु मसीह नाम का उस सर को अगर हमें प्रदर्शन करना है तो उसके लिए पवित्र आत्मा का, परमेश्वर का बहुतायत का शक्ति और सामर्थ्य हमारे अंदर होना है. ആരും ഭയപ്പെടരുത്, ആരും പ്രയാസപ്പെടരുത്. ആമേ ഒരു ആത്മീയ ജീവിത തികവ് പ്രാപിക്കുമ്പോൾ അല്ല ഈ നിറവ് നമുക്ക് കിട്ടുന്നത്. कोई डरना नहीं, कोई चिंता नहीं करना. आत्मिक जीवन में सिद्धता प्राप्त होने से ये हमको नहीं मिलता. ആത്മീയ ജീവിതത്തിന്റെ തികവും നിറവും പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ സഹായിക്കാൻ വേണ്ടി ദൈവാത്മാവിനെ അവിടുന്ന് മുൻകൂട്ടി നമ്മുടെ മേൽ പകരുകയാണ്. परमेश्वर की आत्मा की सिद्धता और पूर्णता को प्राप्त करने वाले लोगों के लिए मदद करने के लिए यीशु मसीह ने पहले से पवित्र आत्मा को ठहरा कर हमारे लिए दिया है. കൃപയിൽ വന്ന ദൈവമക്കളോട് പറയട്ടെ, ഇതിന് ദൈവം ആവശ്യപ്പെടുന്നത് ഇതെനിക്ക് ദൈവം തരുമെന്നുള്ള ശക്തമായ അവിടുത്തെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസവും ഇതിനു വേണ്ടിയുള്ള ഒരു കടുത്ത ദാഹവുമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. अनुग्रह को प्राप्त करने के लिए जो हमें जरूरत है, परमेश्वर ने जो प्रतिज्ञा दिया है वो मुझे देगा, इसका विश्वास और इसके लिए एक बहुत बड़ा प्यास हमारे जीवन में होना है. ആമേൻ. ഈ ദാഹം നാം ദൈവം നമ്മൾ പകരുവാൻ ആഗ്രഹിക്കുന്ന, നാം ആഗ്രഹിക്കുന്നിടത്തോളം നിറവ് നമുക്ക് ലഭിച്ചിട്ടല്ലാതെ അടങ്ങുന്ന ദാഹമല്ലിത്. और ये प्यास वो प्यास है जितना हम इच्छा करते हैं उतना जब तक हमें नहीं प्राप्त होता तब तक ये हमारा प्यास खत्म नहीं होता. 42 സംഗീതത്തിൽ പറയുന്ന ഒരു വാക്യം ഞാൻ ഇവിടെ ഓർക്കുകയാണ്. भजन संहिता 42 में एक वचन है जो मुझे अभी याद आ रहा है. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. हिरनी नदी के जल के लिए जैसा हाफती है वैसे परमेश्वर तेरे वास में आने के लिए मैं हाफता हूँ. ശത്രുമൃഗത്താൽ ഓടിക്കപ്പെട്ട ജീവനെ കയ്യിലെടുത്തുകൊണ്ട് മാൻപേട ആ മാൻപേട സാധുവായ മാൻപേട ഓടി 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 അതിന്റെ ശരീരത്തിലെ വെള്ളങ്ങളെല്ലാം വലിഞ്ഞ് തൊണ്ടയ്ക്ക് വെള്ളവും വലിഞ്ഞ് ഇറ്റ് വെള്ളം കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ച് വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ ഓടി ഓടി ഓടിച്ചെന്ന് ഒടുവിൽ വെള്ളമുള്ള സ്ഥലത്തെല്ലുമ്പോഴത്തേക്ക് ആ വെള്ളത്തിന് മുമ്പിൽ തന്നെ മോഹാലസ്യപ്പെട്ട് വീഴുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള വാചകമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. जिस तरह से हिरनी जो है अपने शिकार करने वाले शिकार से भागकर हाँफकर उसके मुंह से फंस निकलता है, और इस तरह से जब उसे पानी के लिए जो एक प्यास होता है और दौड़कर जब पानी के पास पहुंचता है तो वो पानी को देखकर जिस तरह से बेहोश होने की अवस्था होता है, वो अनुभव यहाँ पर इस वचन से वहां पर पवित्र आत्मा बताना चाहता है. സാരാംശം പറഞ്ഞാൽ നാം ആഗ്രഹിക്കുന്നിടത്തോളം ആത്മനിറവ് കിട്ടാൻ വാഞ്ചിച്ച് 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 അത് കിട്ടാൻ താമസിക്കുമ്പോൾ നാം മോഹാലസ്യപ്പെട്ടു പോകുന്നത് പോലെയുള്ള ഒരു ദാഹം വരുമ്പോഴത്തേക്ക് ദൈവം നമ്മെ നിറച്ചിരിക്കും. सारांश अगर इसका कहे तो यही है, जो बात को हम प्यासे हैं, पवित्र आत्मा के लिए हम प्यासे हैं, ऐसा प्यास होते हुए, प्यास लगते हुए प्यास इतना बढ़ जाता है कि हम बेहोशी के हालत में हो जाता है, और ऐसे हालत में परमेश्वर हमको भर देगा. അതുകൊണ്ടാണ് യോഹന്നാൻ 7 കർത്താവ് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. इसलिए यूहन्ना के सुसमाचार 7 में यीशु मसीह ने कहा, जो प्यासा है वो मेरे पास आए. ചരിത്രപരമായ യഹൂദന്റെ ഉത്സവത്തിന്റെ അവസാനത്തെ ഒരു ക്രിയയായിട്ട് മാത്രം നമ്മൾ അതിനെ കാണാതെ സ്വർഗം ഉദ്ദേശിക്കുന്ന അതിന്റെ ആത്മീയ ദൂതിനെ നാം ഏറ്റെടുക്കണം. ऐतिहासिक तौर पर जो यहूदी है उसका पर्व का आखिरी दिन की उस रिवाज के अनुष्ठान के अनुसार उसको ना देखते हुए परमेश्वर का उद्देश्य के अनुसार हमें उसको समझना है. പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹമായി ദൈവാത്മാവ് എന്റെ അകത്ത് വരുന്നത് വരെ ആ ഒരു നിലവാരം പ്രാപിക്കാനുള്ള അത്യാർത്തി കൊണ്ട് ദാഹം കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുന്നു. पवित्र आत्मा की भरपूरी से वो मेरे अंदर इस तरह से उंडेला जाए कि मेरे अंदर से भर कर वो बाहर बहने लगे. ऐसी अवस्था में पहुंचने तक मैं पवित्र आत्मा की इंतजार और प्यास में लगा रहूं. അങ്ങനെ നിറവ് നമ്മുടെ മേൽ വന്നെങ്കിൽ മാത്രമേ കടുത്ത പരീക്ഷകളിലും കടുത്ത പരിശോധനകളിലും നമുക്ക് ജയാളികളായി പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. और ऐसा पवित्र आत्मा का भरपूरी अगर हमारे अंदर आ जाए तो ही कठिन परिस्थिति में भी और परीक्षाओं में हम लोग एक जयवंत जीवन को जी सकते हैं.
ഇന്നലെ രാത്രി കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു അനുഗ്രഹീയ വാക്ക് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. कल रात जब समाप्त किया तो प्रभु के दास ने एक आशीष का वचन बोला जो मुझे याद है। നിങ്ങൾ എത്ര പേര് ആ വാക്ക് ശ്രദ്ധിച്ചു ഗ്രഹിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. आप में से कितने लोगों ने उसको सुना समझा ये मैं नहीं जानता। നിത്യജീവന്റെ തുറമുഖത്ത് എത്തിച്ചേരുവാൻ തക്കവണ ഹൃദയത്തിനകത്ത് ശക്തമായ സമർപ്പണവും അതിന്റെ ആഗ്രഹവും വന്നവർക്ക് മാത്രമേ ഇങ്ങനൊരു നിലവാരം താല്പര്യപ്പെടാൻ കഴിയത്തുള്ളൂ എന്നാണ് താൻ പറഞ്ഞത്. अनंत जीवन की बंदरगाह में पहुंचने के लिए जिसके अंदर एक अनंत प्यास और जिसमें समर्पण और इच्छा हो वो ही ये कर सकता है, ऐसा प्रभु के दास ने बोला। ദാസന്മാരുടെ നാവിലൂടെ പരിശുദ്ധാത്മാവ് തൊടുത്തുവിടുന്ന വാക്കുകൾ നമ്മൾ ശക്തമായി ഹൃദയത്തിൽ ഏറ്റെടുക്കണം. प्रभु के दास के मुंह से जो पवित्र आत्मा की अगुवाई से वचन निकलते हैं उसको सामने समर्पण करके स्वीकार करना मसीह लोगों। ചില സമയത്ത് അവരുടെ നാവിൽ കൂടെ ദൈവാത്മാവ് സംസാരിക്കുന്ന ചില പ്രത്യേക പദങ്ങൾ പിന്നീട് ഒരിക്കൽ അവർ വിചാരിച്ചാൽ പോലും അങ്ങനെയൊന്നും പറയാൻ ചിലപ്പോൾ കഴിയെന്ന് വരത്തില്ല. और कभी कभी परमेश्वर के दासों के मुंह से जो लफ्ज निकलते हैं कई बार उसके बाद में जब वो सोचने से भी उनके मुंह से ऐसा लफ्ज कभी कभी नहीं निकलता। അത് ദൈവം നമ്മളെ കേൾവിക്കാരായ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പോസ്റ്റ്മാന്റെ കൈ കൊടുത്തു വിടുന്ന കത്ത് പോലെ ദൈവം നമുക്ക് വേണ്ടി പകരുന്ന ദൈവത്തിന്റെ കൃപയുടെ വചനമാണത്. वो परमेश्वर हमारे लिए हमसे प्रेम करके जिस तरह से डाकिया हमारे लिए खत लेके आता है इस तरह से परमेश्वर हमारे लिए अपने दासों के हाथ में दिया हुआ बातें हैं। ഞാൻ വിശ്വസിക്കുന്നു ഉപവാസപ്രാർത്ഥന തുടങ്ങിയ ഒന്നാമത്തെ ദിവസം അവസാനിക്കുന്നവരെയും ആരൊക്കെ ഇവിടെ ശുശ്രൂഷിച്ചാലും അത് പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗമാണെന്ന് ഞാൻ കരുതുന്നു. मैं विश्वास करता हूँ इस उपवास प्रार्थना की पहले दिन से अंत के दिन तक जो भी यहाँ सेवकाई करेगा वो सब पवित्र आत्मा की अगुवाई की तुरंत करेगा। ഇതിന്റെ മഹത്വം ദൈവത്തിന് മാത്രമേ കൊടുക്കാവൂ, ഒരു വ്യക്തിക്ക് കൊടുക്കരുത്. എന്നാൽ ഇത് മുഖാന്തരമുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചെടുക്കണം. इसकी महिमा केवल परमेश्वर को देना और किसी को नहीं लेना, लेकिन इसके एवज में जो भी आत्मिक आशीष है वो हमको पा लेना है। ഈ ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന കൂട്ടായ്മകളെ വളരെ സീരിയസ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതൽ എടുക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുവാൻ എന്റെ ഹൃദയത്തിൽ ഉദ്യമം ഉണ്ടാകുന്നത് പോലെ इसलिए इन दिनों में जो भी संगति हमको मिलता है पिछले दिनों से भी अधिक गंभीरता से इसको लेना, ऐसा कहने के लिए मेरे हृदय में एक प्रेरणा आता है। ഇങ്ങനെയുള്ള വചനങ്ങൾ ഞാൻ കേട്ടില്ല എന്ന് പറയുവാൻ ഒരിക്കലും നമുക്ക് സംഗതിയാകരുത്. ഇത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണം. ऐसा वचन हमने कभी नहीं सुना ऐसा कहने के लिए ना हो, लेकिन ये हमारे लिए आशीष का कारण बने। സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വാക്കുകൾ വേഗത്തിൽ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. समय आगे बढ़ रहा है इसलिए जल्दी से मेरे वचनों को मैं समाप्त करना चाहूंगा। അപ്പോൾ അത്യന്തമായ ആത്മനിറവിന്റെ ഒരു മഹാകവിഞ്ഞൊഴുക്കിന്റെ പ്രവാഹം എന്നിലേക്ക് വരുവാൻ തക്കവണ്ണം ആർത്തിയോടെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. तो ऐसे आत्मिक बहाव के लिए और पानी का जो भरपूरी जैसा होता है उस भरपूरी से भरने के लिए अत्यंत आत्मा की बल से भरने के लिए एक प्रार्थना निरंतर हमारे जीवन में होना है। കർത്താവിന്റെ ജീവിതത്തിന്റെ ലോകത്തിലെ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ തികയ്ക്കുവാനും അവിടെ ഫലപ്രദമായ നിലയിൽ ഏതു ദൈവത്തെ അത് പിൻപറ്റുന്ന വ്യക്തിക്ക് മാതൃകാപരമായി പ്രതികരിക്കുവാനും തനിക്ക് ശേഷിയില്ലാതെ വരുന്ന അവസ്ഥ വന്നപ്പോൾ യഥസമനേറ്റം കവുന്നു വീണ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത്. यीशु मसीह के बारे में हम पढ़ते हैं उसके सेवकाई के आखिरी समय में जब वहां पर बहुत ही मुश्किल का सामना करना पड़ा और बहुत ही काफी मुश्किल उसके सामने था, उस समय में यीशु मसीह ने गethsemane की वाटिका में जाकर चिल्ला कर पुकार कर प्रार्थना किया, दंडवत किया, हम देखते हैं। ആമേൻ. ഇന്നലെ രാത്രി നമ്മൾ കണ്ടു വീണ്ടും അതേ വാചകം തന്നെ ചൊല്ലി താൻ പ്രാർത്ഥിച്ചു എന്നാണ് കാണുന്നത്. और कल रात हमने देखा बार बार उसी बात को दोहराकर यीशु मसीह ने प्रार्थना किया, ऐसा हमने देखा। സുവിശേഷങ്ങളിൽ നിന്നുള്ള ഭാഗം വായിച്ചു നോക്കണം. കർത്താവിന്റെ ശരീരം വിയർക്കുവാൻ തുടങ്ങി. तो समाचार के उस भक्तों को पढ़ लेना, वहां पर लिखा है यीशु मसीह जो है वहां पर जो है उसको स्वेट होने लगा। അന്തരീക്ഷത്തിന്റെ ചൂട് നിമിത്തം AC ഇല്ലാഞ്ഞിട്ട് കർത്താവ് വിയർത്തതല്ല. और वहीं पर जो पसीना हुआ वो गर्मी की वजह से पसीना नहीं आया। തന്റെ മുമ്പിൽ ഫേസ് ചെയ്യാൻ പോകുന്ന വിഷയത്തിന്റെ രൂക്ഷത നിമിത്തം അതിനെ അതിജീവിക്കുവാനുള്ള ദൈവ കൃപയ്ക്ക് വേണ്ടി പിടഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. लेकिन उसके सामने जो चुनौतियां आने वाला था, जो मुश्किलात आने वाली थी, उसका सामना करने के लिए पवित्र आत्मा को तड़पते हुए जो पवित्र आत्मा का सहायता मांगा, उस वजह से पसीना आया।
ആ പ്രാർത്ഥനയിൽ തന്റെ ചെറിയ ചെറിയ ശരീരത്തിന്റെ രക്തധമനികൾ പൊടിയാൻ തുടങ്ങി. और उस प्रार्थना में यीशु मसीह का जो छोटे छोटे जो लहू के जो कोश होते हैं वो टूटने लगे. അവിടെ വായിക്കുന്നു, ആമേൻ, അവന്റെ വിയർപ്പുതുള്ളികൾ നിലത്ത് വീഴുന്ന ചോരത്തുള്ളികൾ പോലെയായി. वहां पर लिखा है कि उसका पसीना जो नीचे गिरा वो लहू के समान था. ഇതാണ് പ്രാർത്ഥന. ये प्रार्थना है. അപ്പോൾ നാം കാണുന്നു, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗീയ പിതാവ് ഉയരത്തിൽ നിന്ന് ഒരു ദൂതനെ തന്റെ അടുക്കലേക്ക് അയക്കുന്നു. और वहां पर हम देखते हैं यीशु को बलबंद करने के लिए, यीशु की सेवा करने के लिए स्वर्गदूत को पिता परमेश्वर यीशु के पास भेजता है. അപ്പുറത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞവർ ഉറക്കം ഉറങ്ങുന്നു. ഇവിടെ ഒരുത്തൻ ആവശ്യബോധത്തോടെ അവൻ വിയർത്ത് കുളിച്ച് അവൻ രക്തത്തുള്ളികൾ പോലെ വിയർപ്പ് തുള്ളികൾ താഴെ വീഴുന്ന നിലയിൽ പോരാടി പ്രാർത്ഥിക്കുന്നു. वहां पर चेलों को प्रार्थना करने बोला, वो लोग नींद में है, वो झपकी ले रहे हैं. यहाँ पर लेकिन एक व्यक्ति प्रार्थना करते हुए उनका पसीना खून जैसे टपकता है, इस तरह से तड़प तड़प कर प्रार्थना कर रहा है. പ്രാർത്ഥനയുടെ സമയത്ത് ഉറക്കം തൂങ്ങിയവരൊക്കെ വില കൊടുക്കേണ്ടി വന്നു. प्रार्थना के समय जिसने भी झपकी लिया, जिसको भी सोया, वो सब वहां पर उसके लिए उसका भुगतना पड़ा. എന്നാൽ കരുത്തോടെ പ്രാർത്ഥിച്ചവൻ വിഷയങ്ങളെ നിസ്സാരമായി അതിജീവിച്ചു. लेकिन जिसने लड़ाई के साथ प्रार्थना किया वो तमाम विषयों के ऊपर आसानी से जय पाया. ദൈവങ്ങൾ കാണുന്നുണ്ടോ? കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പടയാളികളോട് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ പടയാളികൾ നിലം പരിശായി തന്റെ കാൽക്കൽ തറയിൽ വീഴുന്നതായി നാം കാണുന്നു. वहां पर यीशु मसीह को गिरफ्तार करने के लिए जो सेना आते हैं, जब उनको यीशु मसीह पूछता है कि तुम किससे लेने के लिए आते हो, क्या तुम मुझे ढूंढते हो, ऐसा कहते समय सेना वहां पर तड़प कर गिर जाता है. हम वो देखते हैं. ആമീൻ. ശരിയായ ആത്മാവിന്റെ ശക്തിയും നിറവും നാം പ്രാപിച്ചാൽ നമുക്കെതിരെ പോരാടുന്ന അവസാനത്തെ ശത്രുവും തറവച്ചു എന്നുള്ള കാര്യം മറക്കരുത്. सही मायने में अगर प्रार्थना करके अगर अभिषेक को हम पाते हैं, उसकी सामर्थ्य को अगर हम पाते हैं, तो आखिरी बैरी भी हमारे सामने गिर जाएगा, ये नहीं भूलना. നമുക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിക്കപ്പെടേണ്ടത് ആവശ്യമായതുകൊണ്ട് അവർ വീണ്ടും എഴുന്നേറ്റ് തന്നെ അറസ്റ്റ് ചെയ്യുവാൻ അവിടുന്ന് അനുവദിച്ചു, അല്ലെങ്കിൽ അവർക്ക് തൊടുവാൻ കഴിയത്തില്ലായിരുന്നു. और हमारे लिए यीशु मसीह का मरना क्योंकि अनिवार्य था, उसने उनको अनुमति दिया उसको गिरफ्तार करने के लिए, नहीं तो उसकी अनुमति के सिवा वो उन्हें छू भी नहीं सकता था. പിന്നീട് ക്രൂശിൽ താൻ മരിക്കുമ്പോൾ പിതാവിന്റെ കയ്യിൽ പ്രാണനെ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ കയ്യിൽ അതെ തന്നെ ഭരമേൽപ്പിക്കുന്നവരെയുള്ള സമയങ്ങൾ പരിശോധിച്ചാൽ ഒരു അരുതാത്ത ചെറിയ വാക്ക് പോയിട്ട് ഒരു ചെറിയ ഉന്മേഷം പോലും തന്റെ ഉള്ളിൽ നിന്ന് ഈ വൃത്തികെട്ട പ്രതികരണങ്ങളുടെ പീഡയുടെ മുമ്പിൽ കർത്താവിൽ നിന്ന് ഉണ്ടായില്ല പ്രതികരണമായിട്ട്. उसके बाद हम देख सकते हैं सलीब पर अपने जीवन को, अपने प्राण को पिता के हाथ में सौंपने तक उसके बीच में जो भी हुआ, उन तमाम कठिनाइयों के सामने, उन तमाम कष्ट के सामने, क्लेश के सामने, वो तमाम जो गंदी बातें मसीह के साथ हुआ, कहीं भी यीशु मसीह ने कोई भी प्रतिक्रिया नहीं दिया. അവൻ പകരം തന്നെ തന്നെ ക്രൂശിക്കുവാൻ നേതൃത്വം കൊടുത്ത പടയാളികളുടെ പടനായകൻ അവൻ ഇങ്ങനെ പ്രാണനെ വിടുന്നത് കണ്ടിട്ട് അവൻ വാസ്തവമായി മശിഹായായിരുന്നുവെന്ന് അവസാന നിമിഷത്തിലെങ്കിലും അയാളുടെ വായിൽ നിന്ന് പറയുവാൻ ഇടയായെന്നാണ് അത് വായിക്കുന്നത്. और हम वहां पर ऐसा पढ़ते हैं, आखिर में यीशु मसीह ने जब अपना प्राण को छोड़ दिया और रोमा जो सेना है और उसको नेतृत्व करने वाले सरदार ने, उसने कहा ये सचमुच परमेश्वर का संतान था. ആമീൻ. മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കട്ടെ. ആമീൻ. ആ കർത്താവിനെ അറസ്റ്റ് ചെയ്ത സമയം മുതൽ പിറ്റേ ദിവസം ക്രൂശിൽ മരിക്കുന്നവരെയുള്ള സമയത്ത് തന്റെ ശരീരത്തിന്മേലുണ്ടായ ഇത്ര വലിയ മുറിവുകൾ, ചാട്ടകളുടെ അടികൾ, കോലുകൊണ്ടുള്ള അടികൾ, തലയിൽ മുൽക്കിടം വെച്ച അനുഭവങ്ങൾ, മുഖം മൂടിക്കെട്ടി മുഖത്തിടിച്ച അനുഭവങ്ങൾ, താടിരോമങ്ങൾ വലിച്ചു പറിച്ച അനുഭവങ്ങൾ, ശരീരമാകെ ബ്ലീഡ് ചെയ്ത് രക്തം വാർന്നുപോയ അനുഭവങ്ങൾ. ഒരു സാധാരണക്കാരനും ഇത്രയും സമയം പീഡ കൊണ്ട് ജീവനോടിരിക്കത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവ് ആ ക്രൂശിൽ ചുമന്ന മലയിൽ ചെന്ന മൂന്നാണികളിൽ മേൽ തറയ്ക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് തന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് തന്റെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് മാറുവാൻ പിതാവ് അനുവദിച്ചത്.
यीशु मसीह को जब उस गतसमने की वाटिका में गिरफ्तार किया गया, वहां से लेके सलीब के अनुभव तक अगर हम देखें, वो 1.5 दिन में, वो 1 दिन में जितना कष्ट के अनुभव यीशु मसीह ने सहा, उसको मारा गया, उसको पीटा गया, कांटों का ताज उसके सर पर रखा गया, कोड़ों से मारा गया, उसका शरीर लहूलुहान हुआ, थप्पड़ मारा, उसका मुंह से दाढ़ी को खींच के निकाला गया, उसके बालों को खींचा गया, उसकी निंदा की गई, कष्ट का अनुभव उसको दिया गया। अगर एक साधारण व्यक्ति होता, वो सलीब तक नहीं पहुंचता, उसके पहले ही मर जाता, लेकिन यीशु मसीह सलीब पर तमाम कष्ट को अनुभव कर कर जिसको पूरा किया, ऐसा कहने तक उसने अपने प्राण को नहीं छोड़ा और ये तमाम बातों को सह लिया। ഇതൊരു വലിയ ആത്മീയ സന്ദേശം ഈ രാത്രി നമ്മളോട് സംസാരിക്കുകയാണ്. आज रात काल बहुत बड़ा एक आत्मिक संदेश हम लोगों को दे रहा है। നാം പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടതുപോലെ ദൈവാത്മാവിന്റെ ശക്തിയും നിറവും കൃപയും പ്രാപിച്ച് ദൈവവചന പ്രകാരം ചുവടുകൾ വയ്ക്കുന്നു എങ്കിൽ നമ്മൾ ഏതെല്ലാം കഠോരമായ പരീക്ഷകളോട് കടന്നുപോയാലും, ഏതെല്ലാം പരിശോധന കടന്നുപോയാലും, ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചാലും ദൈവഹിതപ്രകാരം ആത്മനിറഞ്ഞിൽ ദൈവം അനുവദിക്കുന്ന പോലെ ദൈവാത്മാവിനെ നടത്തപ്പെടുന്ന വ്യക്തിയെങ്കിൽ നിങ്ങളെ കൊണ്ടും എന്നെ കൊണ്ടും കർത്താവ് ഉദ്ദേശിക്കുന്ന അവസാനത്തെ ശുശ്രൂഷയിൽ തികച്ചതിന് ശേഷം മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തുള്ളൂ. ഇല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കർത്താവ് വന്നു തന്നെ സഭയെ ചേർക്കണം. അങ്ങനെ ചേർക്കുന്ന സമയം വരെയുള്ള കാര്യത്തിന്റെ കണക്ക് നമ്മൾ കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. अगर हम लोग अगर प्रार्थना करने का विषय को प्रार्थना करते हैं, प्रार्थना जिसे करना चाहिए उस तरह से हम प्रार्थना करते हैं, परमेश्वर की आत्मा को अगर हम पाते हैं, इस तरह से अगर उस आत्मा को हम पाएंगे तो हमारा परमेश्वर जो है हमारी सेवकाई को पूरी करेगा। संसार कुछ भी करने दो, संसार कितना भी सताने दो, संसार की कोई भी क्लेश या कष्ट का अनुभव क्यों ना हो जाए, हम कहीं पर भी हारेंगे नहीं। लेकिन हमारी आखिरी सेवकाई भी यीशु मसीह पूरा करने के लिए हमें सामर्थ्य और हमें पवित्र आत्मा का बल देगा। अभी मान लो अगर यीशु मसीह उसके बीच में आ जाते हैं तो सिर्फ जिस समय यीशु मसीह आता है उस समय तक का हिसाब हमको चुकाना होता है। इसलिए कलीसिया, हम लोग इन दिनों में उस आत्मा को पाते हुए हमारी सेवकाई को पूरी करने के लिए परमेश्वर की आत्मा के प्रमाण के अनुसार जिस विषय के लिए हमको प्रार्थना करना है, प्रार्थना कर पवित्र आत्मा की भरपूरी को पाते हुए हमारी जीवनों को आगे बढ़ाना है। ആകയാൽ ഒരു വിഷയത്തെ കണ്ട് ദൈവമക്കൾ ഭയപ്പെടരുത്. നമ്മുടെ മുമ്പിൽ എന്തും സംഭവിക്കട്ടെ, കർത്താവ് അനുവദിക്കാതെ ഈ മണ്ണിന്റെ പുറത്ത് ഒരു കാര്യം സംഭവിക്കുന്നില്ല. അതിനടുവിൽ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളാണ് നാം ഒറ്റ കാര്യം ചെയ്യുക, ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരായി മാത്രമായിരിക്കുക. അവർ നമ്മളെ ജയാളിയാക്കുവാൻ വിശ്വസ്തനാണ്. मसीह लोगों को संसार की कोई भी बात से डरने की कोई भी वजह नहीं है, हमें डरने का कोई भी जरूरत नहीं है, क्योंकि अपने लहू से मोल लिया हुआ हम तमाम लोगों को हमारा परमेश्वर संभाल लेता है। हमें केवल इतना करना है, हमें प्रार्थना कर परमेश्वर का अनुभवों को पाते हुए, पवित्र आत्मा को पाते हुए उस अनुभव से हमको जीना है। आगे की काम परमेश्वर और परमेश्वर की आत्मा हमको संभालेगा, वो हमें उस मकसद तक, उस उद्देश्य तक पहुंचाएगा। അവസാനമായി ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് പറഞ്ഞു നിർത്തട്ടെ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ പ്രാർത്ഥനയല്ല. ഒരു ദിവസം ചില മണിക്കൂറുകളെങ്കിലും വാർതിരിച്ച് ദൈവാത്മാവിന്റെ അത്യന്തമായ നിറവിന് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ കാലമില്ലാത്ത ഒരു പുത്തൻ നിറവ് നമ്മുടെ ഹൃദയത്തിനകത്ത് നാം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. വേണ്ടി വന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം വീതം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു പുത്തൻ നിറവാർജിക്കുവാൻ ആഗ്രഹിക്കണം. पहले जो आरंभ में कहा उसी बात को दोहराते हुए मैं समाप्त करना चाहूंगा। हर रोज जैसा प्रार्थना करते हैं वैसा नहीं, एक अलग प्रार्थना का अनुभव, घंटों तक रोज प्रार्थना करने का एक अनुभव, हो सके तो हफ्ते में एक बार उपवास करके इस तरह का पवित्र आत्मा का अनुभव पाने के लिए और सामर्थ्य को पाने के लिए उसका आज्ञाकारी बनते हुए इन दिनों में प्रार्थना के जीवन में हमको आगे बढ़ना है। കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പാശ്ചാത്യ മിഷണറിയെ കുറിച്ചൊരു അനുഭവം പറഞ്ഞ വാക്കുകൾ ചുരുക്കുന്നു. सदियों पहले एक पश्चिमी जो मिशनरी था, नुमाइंदा था, उसके बारे में एक उदाहरण बताकर मैं समाप्त करता हूँ। ഇതിന്റെ പേര് മറന്നുപോയി, ക്ഷമിക്കണം. ഞാൻ ഓർക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഓർമ്മിക്കാം ആ കാര്യം. നിങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പിന്നീട് എന്നോട് അറിയിക്കുക ആ കാര്യം. उनका नाम मैं भूल गया, अगर आज याद आता है तो अगली बार बताऊंगा और आप में से किसी को याद होगा तो मुझे बताना। ദീർഘനാളുകൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി വായിച്ച കൂട്ടത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. बहुत कुछ समय पहले मैंने उनका जो है आत्मकथा पढ़ा था, उसमें जो मुझे ये समझ आया,
ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തി തന്റെ ജനത്തിന്റെ പകരുന്നതിനെ കുറിച്ച് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിലെ 16-മുള്ള പൗലോസിന്റെ പ്രാർത്ഥനയിലെ വാക്യങ്ങൾ കൂടെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ദൈവമേ, നിന്റെ ആത്മാവിന്റെ നിന്റെ ബലത്തിന്റെ വല്ലതും വ്യാപാരത്താൽ വിശ്വസിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എത്രയുണ്ടോ അത്രയും എന്റെ മേലൊന്ന് പകർന്ന് സഹായിക്കണമേ. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്ന നിറവായിട്ട് നിന്റെ സഭയ്ക്ക് നീ അത് കൊടുത്തിട്ടുണ്ടല്ലോ. ആ സഭയുടെ ഒരു ഭാഗമാണല്ലോ ഈ സാധു. എന്നെ ഈ ആത്മാവിനാൽ നിറയ്ക്കണമേ. അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. वो निरंतर प्रार्थना करता रहा कि परमेश्वर का जो महिमा का जो आशा है और जो पवित्र आत्मा का जो मिरास महिमा के धन के अनुसार है, जिस तरह से एफेसियों की पत्री 1:18 में लिखा गया है, उस तरह से उस महिमा के अनुसार सामर्थ को तू मुझे दे, उस महिमा के धन के अनुसार सामर्थ मुझ में भर दे। इस तरह से निरंतर प्रभु का दास प्रार्थना करता रहा। ഒരു ദിവസം പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഒരു വലിയ ശക്തിയേറിയ ആത്മപ്രവാഹം തന്റെ മൺകൂടാരത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. और इस तरह से प्रार्थना करते समय एक दिन एक बहुत ही बड़ा सामर्थ्य उनके उस मिट्टी के डेरे में आने लगा। ഒടുവിൽ തന്റെ ഈ മൺകൂടാരം തകർന്നു പോകുമെന്ന് താൻ ഭയപ്പെടുവാനിടയായി. आखिर में उसका इस मिट्टी का डेरा, ये शरीर टूट जाएगा, इस तरह से वो डर गया। അത്രയ്ക്ക് ആത്മനിർവൃതം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അത് പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, മതി കർത്താവേ, നിർത്തണമേ നിർത്തണമേ എന്ന് പറയുവാനിടയായി തീർന്നു. और इस तरह से परमेश्वर की आत्मा की भरपूरी उसके जीवन में उंडेलता गया। वो डरते हुए उसने परमेश्वर से कहा, प्रभु बस, प्रभु अब बस। അപ്പോൾ ആ ഒഴുക്ക് അവിടെ നിൽക്കാൻ തുടങ്ങി. और वो बहाव वहां पर रुकने लगा। അതിനുശേഷം അടുത്ത ദിവസം താൻ കടന്നു പോകുമ്പോൾ ഞാൻ ചുരുക്കി പറയുന്നു, താൻ ആരെ നോക്കുന്നോ തന്റെ കാഴ്ച ചെന്ന് തട്ടുന്ന സകല വ്യക്തികളും വലിയ കുറ്റബോധവും പാപബോധവും ഉള്ളവരായി ആമീൻ തന്റെ അടുക്കലേക്ക് നിലവിളിച്ചുകൊണ്ട് തന്റെ അടുക്കൽ വന്ന് നിന്റെ യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞ് ആമീൻ തന്റെ അടുക്കൽ കൂടാനിടയായി തീർന്നു. അങ്ങനെ തന്റെ നാട്ടിൽ ഒരു ഭയങ്കര ഉണർവ് ആരംഭിക്കാനിടയായി തീർന്നു. എന്ന് വായിച്ചു. संक्षेप में सारांश बताना चाहूंगा, उस पवित्र आत्मा की भरपूरी के पाने के बाद से दूसरे दिन जब वो बाहर निकलता, किसी के ऊपर भी उसकी दृष्टि गिरता, वो व्यक्ति को आत्मा में व्याकुलता होता, वो गिड़गिड़ा कर रोकर प्रभु के दास के पास आकर कहता, तुम्हारे मसीह के बारे में मुझे बताओ। इस तरह से उस नगर में एक बहुत बड़ा बेदारी होने लगा। നമുക്ക് ഈ ആത്മനിറവിനെ ഒന്ന് കൊതിക്കാം, ഒന്ന് ആഗ്രഹിക്കാം, ഒന്ന് ദാഹത്തോടെ വിശ്വാസത്തോടെ ദൈവത്തെ നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. കിട്ടുന്നത് വരെയും അതിന്റെ ആ ഫുൾ ഡോസിൽ നമുക്ക് കിട്ടുന്നത് വരെയും സ്വസ്ഥത കൊടുക്കാതെ ദൈവമാകെ നമുക്കായിരിക്കാം. इस तरह से एक आत्मिक आधार को पाने के लिए हमारे अंदर भी एक रुचि पैदा हो जाए, एक इच्छा, एक चाहत, एक प्यास हमारे अंदर हो। और जब तक कि हम प्राप्त नहीं करते तब तक प्रार्थना में परमेश्वर को निरंतर हम परेशान करते रहें। അനീതിയുള്ള നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധ ആത്മാവിനെ എത്രയധികം നൽകും. अन्यायी होकर तुम अगर जानते हो तुम्हारे बच्चों को क्या देना है, तो पवित्र आत्मा को मांगेगा तो तुम्हारा स्वर्गीय पिता कितना अधिक तुम्हें देगा। നമുക്ക് പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. हम प्रार्थना में आगे बढ़े, पवित्र आत्मा हमारी सहायता करने पाए। धन्यवाद।